സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 മുപ്പത്തേഴാമത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഉറുപ്പ് അനുസ്മരണ ദിനാചരണവും ഈ വർഷം രണ്ടിടങ്ങളിലായി കേരള കലാമണ്ഡലത്തിലും ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലുമായി നടത്തപ്പെടുന്നു. ആദ്യഘട്ടം ഒക്ടോബർ 6 ഇന്ന് കേരള കലാമണ്ഡലത്തിൽ നടത്തപ്പെടുന്ന ഈ സെമിനാർ അഭിനയ സംഗീതത്തിലെ ദേശീയ സ്വഭാവം രംഗകലകളിൽ ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ചർച്ചയ്ക്ക് മോഡറേറ്ററായി ചർച്ച നയിക്കുന്നത് ശ്രീ തിരുച്ചൻ NJ ആണ്. ഒപ്പം കോട്ടക്കൽ മധുവും മീര രാമോഹനുമാണ് ഈ ഒരു ചർച്ചയിൽ അവരുമായി ഈ വിഷയത്തെ ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത്. ഔപചാരികതയുടെ പേരിൽ ഈ ഒരു സെമിനാറിലേക്ക് 3 പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പിൻ്റെ സ്മൃതി നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ഒരു വിഷയത്തിൽ ഊന്നിയുള്ള ഒരു ചർച്ചയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അഭിനയ സംഗീതത്തിലെ പാട്ടുവഴികളെക്കുറിച്ച്, ദേശീയ സംഗീതത്തിൻ്റെ മാർഗത്തെക്കുറിച്ചുള്ളൊരു ചർച്ച എന്നാണ് ഈ ചർച്ച ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പരിമിതി, ഏറ്റവും പ്രധാന പരിമിതി നമ്മുടെ ഒരു സമയപരിമിതിയാണ്. പരമാവധി ഒരു 45 മിനിറ്റിനകം ആണ് ഈ ചർച്ച ഉള്ളത്. അതുകൊണ്ട് ആമുഖമായി വളരെ ഹ്രസ്വമായി ചില സൂചകങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഗായകരായ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഇരുവർക്കുമായി ഈ മൈക്ക് കൈമാറാം എന്നാണ് ഞാൻ കരുതുന്നത്. കേരളീയ സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം തന്നെ യഥാർത്ഥത്തിൽ അഭിനയത്തിന് പാടുക എന്നതായിരുന്നു. പലപ്പോഴും സംഗീത ചർച്ചകളിൽ പറയാറുള്ളതാണ്, കർണാടക സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ അഭിനയ സംഗീതമായിട്ടല്ല. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സംഗീതം അഥവാ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏത് ശാഖകൾ നോക്കിയാലും അഭിനയത്തിനേക്കാൾ കൂടുതൽ സംഗീതത്തിൽ മാത്രം ഊന്നുക, നാദത്തിൽ ഊന്നുക എന്ന ശ്രദ്ധ നൂറ്റാണ്ടുകളായി തന്നെ തുടരുന്നതായിട്ട് കാണാം. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർക്ക് അതാണെങ്കിൽ വളരെ പ്രധാനവുമാണ്. ഇങ്ങനെ ഏറ്റവും ശ്രുതിശുദ്ധമായി പാടുക, സംഗീതത്തെ ഒന്നും അലോസരപ്പെടുത്താതിരിക്കുക എന്നതിലാണ് അവരുടെ പ്രധാന ശ്രദ്ധ. അതേസമയം കേരളത്തിലെ പാട്ടുവഴികൾ നോക്കിയാൽ പല കലകളിലും, കഥകളി മാത്രമല്ല, നമ്മുടെ നാടൻ കലകൾ മുതൽ കാക്കരശ്ശി നാടകമാകട്ടെ, പൊറാട്ടാകട്ടെ, പാങ്കിളിയാവട്ടെ, കണ്ണിയാർകളിയാകട്ടെ, മുടിയേറ്റ്, പടയണി, തെയ്യം, അങ്ങനെ തുടങ്ങി ഏത് കലകൾ എടുത്താലും അഭിനയത്തിന് പാടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഥകളി സംഗീതത്തിൻ്റെ അഭിനയ പാരമ്പര്യം യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഈ പറഞ്ഞ എല്ലാ കലകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന്. രണ്ടാമത് അഭിനയത്തിന് പാടുന്ന സംഗീതത്തിന് സ്വാഭാവികമായും അഭിനയ സംഗീതത്തിൻ്റെതായ ചില പ്രത്യേകതകൾ വരിക സ്വാഭാവികമാണ്. നമ്മുടെ കഥകളി സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ അതിൻ്റെ ഭാവമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭാവത്തെ നിർമ്മിച്ചെടുക്കുന്നത് എന്താണ് എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കഥാപാത്രത്തിൽ ഊന്നി നിന്ന് രംഗത്ത് അഭിനയിക്കുന്ന നടൻ്റെ ഭാവാഭിനയത്തിനും ആ കഥാപാത്ര പ്രകൃതത്തിനും അനുയോജ്യമായ രീതിയിൽ പാടുക എന്നതിലാണ് ഗായകൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നതും രാഗത്തെ സംബന്ധിച്ച് കൂടുതൽ കൃത്യത ഉണ്ടാവുക എന്നതും
ആധുനിക കാലത്തെ കഥകളി സംഗീതത്തിൽ വളരെ പ്രധാനമായി വന്നു. ഇന്നത്തെ കഥകളി സംഗീതം നോക്കിയാൽ കർണാടക സംഗീതത്തോട് വലിയ തോതിൽ കിടപിടിക്കുന്ന നിലയിൽ തന്നെ സംഗീത ശുദ്ധി, രാഗശുദ്ധി, ശ്രുതിശുദ്ധി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ശ്രദ്ധ മുൻപുള്ളതിനേക്കാളും ഒക്കെ വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അതോടൊപ്പം തന്നെ അഭിനയ സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട നിഷ്ഠകൾ പിന്തുടരുകയും ശീലങ്ങൾ അതേപോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാനും പുതിയ സംഗീതജ്ഞർ ശ്രദ്ധിക്കാറുണ്ട്. ഇതോടൊപ്പം നമ്മൾ ഈ ദേശീ സംഗീതം എന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർഗി സംഗീതം എന്ന് സാധാരണ മാർഗി, ദേശി തുടങ്ങിയ സംജ്ഞകൾ വ്യാകരണപരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നൃത്തവുമായി ബന്ധപ്പെട്ടാണ് സംഗീതരത്നാകരം പോലെയുള്ള പുസ്തകങ്ങളിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തന്നെ നൃത്തപ്രകാരവുമായുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ വാക്കൊക്കെ വരുന്നത്. വാക്കുകളും അതിൻ്റെ വ്യാകരണവും നമുക്ക് മാറ്റിവെക്കാം. മാർഗി സംഗീതത്തിന് പൊതുവെ ഒരു പ്രദേശത്തെ സംഗീതത്തിന് പൊതുവായ രീതികൾ ഉണ്ടാവും. നൃത്തം ച ദേശീതി എന്ന് സംഗീതരത്നാകരൻ പറയുന്നത് തന്നെ നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും രംഗപ്രയോഗമാണെങ്കിൽ ഓരോ സ്ഥലത്തും അത് വ്യത്യാസപ്പെടും എന്നതാണ്. നമുക്ക് നമ്മുടെ കേരളത്തിലെ സംഗീതവും തമിഴ്നാട്ടിലെ സംഗീതവും ശ്രദ്ധിച്ചാൽ, തൊട്ടടുത്ത പ്രദേശങ്ങളിലെ സംഗീതം പോലും ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള അനേകം വൈജാത്യങ്ങൾ, വ്യത്യസ്തതകൾ കാണാം. അതോടൊപ്പം അനേകം സാമ്യങ്ങളും കാണാം. ഇപ്പോൾ നമ്മൾ ഇന്ന് കേരളം എന്ന് വ്യവഹരിക്കുന്ന ഈ നാട് ഉണ്ടായിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ നമുക്കറിയാം. പ്രാചീന തമിഴകത്തിനകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഗീതത്തിൻ്റെ കൈമാറ്റങ്ങൾ സ്വാഭാവികമായി തന്നെ നടന്നിരുന്നു. നമ്മൾ സാധാരണ ചരിത്രത്തിൽ പറയാറുണ്ട്, കോട്ടയത്ത് തമ്പുരാൻ്റെ ഗോവിന്ദമാദ്യം ഗുരുവും എന്ന ശ്ലോകത്തിൽ കാണുന്ന ഗോവിന്ദാചാര്യർ എന്ന് പറയുന്നത് മായാവരം ഗോവിന്ദാചാര്യൻ വരെ ആയിരിക്കാം. ആ നിലയ്ക്ക് തമിഴ്നാട്ടിലെ തേവാര സംഗീതത്തിൻ്റെയും പൺ സംഗീതത്തിൻ്റെയും ഒക്കെ പ്രാചീന വഴികളുടെ അനേകം സ്വാധീനങ്ങൾ കഥകളി സംഗീതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ലയിച്ചു ചേർന്നിട്ടുണ്ടാകാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഇന്ന് പൂർണ്ണമായും വേർതിരിച്ചെടുക്കാനാവാത്ത അനേകം ധാരകളുടെ, ദേശീയ ധാരകളുടെ ഒരു സംയോജിത രൂപമാണ് ഇന്ന് കഥകളി സംഗീതം എന്ന് പറയുന്നത്. ഇന്നത്തെ കഥകളി സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വവും അതോടൊപ്പം കഥകളി സംഗീത രംഗത്തും കഥകളി സംഗീതത്തെ മുൻനിർത്തിക്കൊണ്ട് കഥകളി സംഗീതത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാന അഭിമാനം എന്ന നിലയിൽ മറ്റനേകം സംഗീത രംഗത്തും പ്രവർത്തിക്കുന്ന സംഗീതജ്ഞനാണ് കോട്ടക്കൽ മധു. അദ്ദേഹം അഭിനയ സംഗീതത്തിൻ്റെ അനേകം വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോഹിനിയാട്ടത്തിന് വളരെ സമർഹമായ സംഗീതം കൊടുത്തുകൊണ്ട് ശ്രീമതി വിനീത നെടുങ്ങാടിയുടെ നൃത്തപ്രകാരത്തിന് അദ്ദേഹം ഒരുക്കുന്ന സംഗീതം നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ കണ്ടു കാണും. കഥകളി സംഗീതത്തിൻ്റെ അനേകം സൗന്ദര്യങ്ങൾ അദ്ദേഹം മോഹിനിയാട്ടത്തിനകത്തേക്കും കൂട്ടിച്ചേർക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ കഥകളി സംഗീതത്തിൻ്റെ ആധുനിക കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, കഥകളി സംഗീതം ആസ്വദിക്കുന്ന കഥകളി ആസ്വാദകർക്ക് പുറത്തേക്കും കഥകളി സംഗീതത്തിന് വലിയൊരു വികാസം ഉണ്ടായി എന്നതാണ്. ചിലപ്പോൾ നിരന്തരമായി കഥകളി കാണുന്നവരൊന്നും ആവില്ല. അവർ പോലും ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെയും കഥകളി ഗോത്രത്തിൽപ്പെടുന്ന ഒരാൾ, കഥകളിയുടെ ഒപ്പമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് സന്തോഷത്തോടെയും കേൾക്കാറുണ്ട്. മധുവേട്ടൻ്റെ അജിതാഹരെ കേൾക്കാറുണ്ട്. മധുവേട്ടൻ്റെ ചില പാട്ട്, അത് ഏത് കഥയിലാണ്, എന്താണ്, ഇതൊന്നും അറിയണ്ടാവില്ല. പക്ഷേ അത്തരത്തിൽ ഈ പാട്ടിനെ കേൾക്കുന്ന അനേകം പേരെയും നമുക്ക് കേൾക്കാം. ആ അർത്ഥത്തിൽ കഥകളി സംഗീതത്തിൻ്റെ ഒരു വലിയ ജനപ്രിയ മുഖം എന്നത് ഒരു ഭാഗം, അതിലുപരി കഥകളി സംഗീതത്തെ മറ്റനേകം അഭിനയ തലത്തിലേക്ക് കൂടി വളർത്തിയ ഒരാളാണ് മധുവേട്ടൻ. അതുകൊണ്ട് മധുവേട്ടനിൽ നിന്ന് നമ്മൾ ഈ ചർച്ച ആരംഭിക്കാം എന്ന് കരുതുന്നു. തുടർന്ന് മീരയിലേക്കും. സമയം അധികം ഞാൻ ഇനി ആമുഖം പറഞ്ഞ് നീട്ടുന്നില്ല. മധുവേട്ടനോടുള്ള ചില ചോദ്യങ്ങളും മധുവേട്ടൻ്റെ ഉത്തരങ്ങളും ഒക്കെയായി വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ചർച്ചയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലപ്പുറം ഔപചാരികതകളോ ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നു. ഇപ്പം മധുവേട്ടൻ കഥകളി സംഗീതത്തിൽ ദീർഘകാലം, ആദ്യകാലം മുതൽ വളരെ പ്രധാനപ്പെട്ട ആചാര്യന്മാരോടൊപ്പം, എനിക്ക് തോന്നുന്നത് കീഴ്പ്പടം കുമാരൻ നായരാശാൻ, കൃഷ്ണൻ നായരാശാൻ മുതലുള്ള ആചാര്യന്മാർ മുതൽ ഉള്ള ആളുകളുടെ അരങ്ങിന് പിന്നിൽ നിന്ന് പാടി, അന്നൊക്കെ ശെങ്കിടിയായിട്ട് ആയിരിക്കും പാടിയിട്ടുണ്ടാവുക പലപ്പോഴും, ചിലപ്പോഴൊക്കെ പൊന്നാനിയായും പാടി ശീലമുള്ള ആളാണ്. അതിനൊക്കെ ശേഷം, ആ ഒരു കാലത്തിന് ശേഷം അങ്ങ് പൊന്നാനിയായിട്ട് പാടുന്ന സമയം വരുന്നു. ആ പൊന്നാനിയായിട്ട് പാടുന്ന സമയം വരുമ്പോൾ ഈ ആചാര്യന്മാർക്കൊപ്പവും പലപ്പോഴും അരങ്ങിൽ പൊന്നാനിയായിട്ട് പ്രധാന പാട്ടുകാരനായിട്ട് പാടേണ്ടി വന്നിട്ടുണ്ട്. തുടർന്ന് സമശീർഷരായ ഒപ്പുള്ള കലാകാരന്മാർക്കൊപ്പം പാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ അഭിനയത്തിന് പാടുക എന്ന് പറയുമ്പോൾ, അഭിനയപ്രധാനമായ രംഗങ്ങൾക്ക് അഭിനയത്തിൽ ശ്രദ്ധിച്ച് പാടുക അരങ്ങിൽ എന്ന് പറയുമ്പോൾ അങ്ങ് ശ്രദ്ധിക്കാറുള്ള, അങ്ങ് പ്രധാനമായിട്ടും ആലോചിക്കാറുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ തോന്നുന്ന ചിലത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
എൻ്റെ ഗുരുനാഥൻ ഉണ്ണികൃഷ്ണൻ കുറുപ്പാശാൻ്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഈ കഥകളി സംഗീത ലോകത്തെ അല്ലെങ്കിൽ കഥകളിയിൽ ആദ്യമായി ദക്ഷിണ വെച്ചത് ഞാൻ ഉണ്ണികൃഷ്ണ കുറുപ്പാശാനാണ്. കോട്ടക്കലിൽ അദ്ദേഹമുള്ള സമയത്താണ് ഞാൻ കോട്ടക്കലിൽ ചേർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരുപാട് അറിയാനും ഒരുപാട് പാട്ട് കേൾക്കുവാനും, പക്ഷെ അന്നൊന്നും എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ആ ഒരു ധാരാളം കേൾക്കുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ശ്രദ്ധ. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ വേളയിൽ ഇങ്ങനെയൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ചിത്രം ചോദിച്ച മാതിരി പല പ്രമുഖരുടെയും പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം എനിക്ക് ഒരു ശിങ്കിടിപ്പാട്ടുകാരനായിട്ട് പൊന്നാനി പാടി തരുന്നത് അനുസരിച്ച് പാടുക എന്നുള്ള ഒരു ധർമ്മം മാത്രമേ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് വേദികളിൽ പല പ്രമുഖ കലാകാരന്മാർ, വലിയ വലിയ കലാകാരന്മാരുടെ പിന്നിൽ നിന്ന് പാടുമ്പോഴുണ്ടായിട്ടുള്ള അനുഭവമാണ് നമുക്ക് സ്റ്റേജിൽ നിന്നും ഓരോന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോട്ടക്കൽ ഉത്സവത്തിന് അനിയേട്ടൻ പി.ഡി. നമ്പൂതിരിയുടെ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കൃഷ്ണനാരാശാന് പാടുന്നത്. അന്ന് കൃഷ്ണനാരാശാൻ്റെ പ്രതിഭ എന്താണ്, അദ്ദേഹം ആരാണ് എന്നുപോലും മനസ്സിലാക്കാത്ത ഒരു പ്രായത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ രുക്മിണി സ്വയംവരം കഥ പാടുന്നത്. അങ്ങനെ ഓരോരോ വേദികൾ പിന്നിട്ട് കഥകളിയിലുള്ള ആ സഞ്ചാരത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ കൂടുതലായിട്ടും അന്ന് ശ്രദ്ധിച്ചിരുന്നത് ഓരോരുത്തരുടെയും സംഗീത വഴികൾ തന്നെയായിരുന്നു. ഇപ്പം നമ്പീശനാശാൻ പാടുമ്പോഴും നമ്പീശനാശാൻ്റെയും ഒരു ശിഷ്യൻ തന്നെയാണ് ഞാൻ. കോട്ടക്കൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ 4-5 വർഷം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വഴികളും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന സമ്പ്രദായവും കുറുപ്പാശാൻ്റെ സമ്പ്രദായവും അതേപോലെ കോട്ടക്കൽ പരമേശ്വരൻ നമ്പൂതിരി ആശാൻ്റെ സമ്പ്രദായവും ഗോപാൽ പിഷാരടി ആശാൻ്റെ സമ്പ്രദായവും എല്ലാം കഥകളി ചിട്ടയിൽ നിന്ന് വ്യതിചലിക്കാതെ എങ്കിലും ചില എന്താ പറയുക, അരങ്ങത്ത് പാടുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും നമ്മളെ പഠിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശരിക്കും എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ കുറുപ്പാശാൻ അരങ്ങത്ത് പാടുന്നതും പഠിപ്പിക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യസ്ത തലങ്ങളിലെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇപ്പോൾ ദേശി സംഗീതം എന്നാണ് ഇവിടെ ഒരു ചർച്ചയിൽ വരുന്നത്. ദേശീയ സംഗീതത്തിൻ്റെ വലിയൊരു ഉടമയായിരുന്നു കുറുപ്പാശാൻ എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം കളംപാട്ടിൻ്റെയും അല്ലെങ്കിൽ വെള്ളിനഴി വള്ളുവണ്ണാടൻ ഏരിയയിലുള്ള പല ഈ ചവിട്ടുകളി അല്ലെങ്കിൽ പൂതനും തറയും അങ്ങനെയുള്ള ഒരുപാട് കലകളുടെ സംഗീതം കേൾക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത അംശം അദ്ദേഹത്തിൻ്റെ കഥകളിൽ പാട്ടിൽ വന്നിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് അത് മറ്റൊരു തലത്തിലേക്ക് കർണാടക സംഗീതത്തിൻ്റെ വല്ലാതെയുള്ള കടന്നുകയറ്റം കഥകളി സംഗീതത്തിൽ വന്നു ചേർന്ന് വിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ കുറുപ്പാശാനും നമ്പീശനാശാനും പാടിയിരുന്ന ആ കാലഘട്ടത്തിൽ കൂടുതലായി സംഗതികളോ അല്ലെങ്കിൽ ആവർത്തനങ്ങളോ കൂടുതൽ ഭാവങ്ങളോ വേഷക്കാർ ചെയ്യുന്ന മുദ്രകൾക്കനുസരിച്ച് ശബ്ദം ചുരുക്കിയും വികസിപ്പിച്ചും കൊടുക്കുന്ന ഭാവങ്ങളോ ഒന്നൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. എമ്പ്രാന്തിരി ആശാൻ്റെ ആ കാലഘട്ടം മുതൽക്കാണ്, ഹൈദരാലി ആശാൻ്റെ ഒക്കെ കാലഘട്ടം മുതൽക്കാണ് അങ്ങനെയുള്ള ചില ശബ്ദക്രമീകരണങ്ങളെല്ലാം കഥകളിയിൽ വന്നു ചേർന്നിട്ടുള്ളത്. കുറുപ്പാശാൻ്റെ പാട്ട് ശരിക്കും ഒച്ചക്കാരൻ മെച്ചക്കാരൻ എന്നുള്ള ഒരു സംഗീത വഴിയിൽ തന്നെയായിരുന്നു. എത്രയും തുറന്ന് പാടുക, പക്ഷേ ആ പാട്ടിനും ഒരു വലിയൊരു സംഗീതത്തിൻ്റെ ഒരു രസം അല്ലെങ്കിൽ ഒരു അനുഭൂതി കുറുപ്പാശാൻ്റെ പാട്ടിൽ അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാമകുട്ടി ആശാനെ പോലുള്ള ആശാന്മാർ കീചകൻ കെട്ടുകയാണെങ്കിൽ അന്ന് കുറുപ്പാശാൻ്റെ ഹരിണാക്ഷി അന്ന് കേൾക്കാൻ ഒരുപാട് ആളുകൾ കളിസ്ഥലത്തെത്തി അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെയധികം സശ്രദ്ധം
കേട്ടിരുന്ന ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അരുണാക്ഷി ഇന്ന് പാടിയ തന്നെ ആയിരിക്കും നാളെ പാടുന്ന, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് പാടുക എന്നുണ്ടെങ്കിലും എത്ര കേട്ടാലും മതി വരാത്ത അദ്ദേഹത്തിൻ്റെ ആ സംഗീതം അല്ലെങ്കിൽ ആ ശബ്ദം അന്നത്തെ കാലങ്ങളിൽ വള്ളുവനാടൻ ഏരിയകളിൽ അല്ലെങ്കിൽ വള്ളുവനാടിന് പുറത്ത് തെക്കോട്ടടക്കം ധാരാളം പ്രേമികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കുമാരൻ നാരാശാൻ ഒരു വഴി, കൃഷ്ണൻ നാരാശാൻ ഒരു വഴി, ഗോപിയാശാൻ ഒരു വഴി, രാമകുട്ടിയാശാൻ അങ്ങനെ ഒരു വഴിക്ക് പാടിയിരുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു. അതൊരു നാടൻ കഥകളിപ്പാട്ടിൻ്റെ ശൈലിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം കർണാടക സംഗീതമൊന്നും കൂടുതൽ അഭ്യസിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൽക്കത്തകളിൽ ഉപയോഗിക്കുന്ന ചില സൈക്കിളിൽ സവാരി ചെയ്യുന്ന ചില ആളുകളെ കയറ്റി സൈക്കിളിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ചില പാട്ടുകളുണ്ട് അത്രേ. അതൊക്കെ അദ്ദേഹം ഒരു മൂളിപ്പാട്ട് പാടിയിട്ട് ഇന്നേ വരെ ഒരു അരങ്ങത്തേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ അടുത്ത സ്റ്റേജിൽ എങ്ങനെ പാടണം എന്നൊന്ന് പാടി ഉണ്ടാക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം പല സംഗീതങ്ങളും കേട്ടിരുന്നു. ശ്യാമ പോലുള്ള രാഗങ്ങൾ അതുകൊണ്ടാണ് കഥകളിയിൽ കൂടുതൽ ഉപയോഗിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടതും എല്ലാം. അദ്ദേഹം പുറത്ത് കുറച്ചു കാലം അഹമ്മദാബാദിലും കൽക്കത്തയിലുമൊക്കെ ജോലി ചെയ്ത ആ സാഹചര്യത്തിൽ നിന്നുണ്ടാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ആ രാഗങ്ങളെക്കുറിച്ച് മനസ്സിലാകാതെ എന്തുകൊണ്ട് കഥകളിയിൽ പരീക്ഷിച്ചുകൂടാ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ കഥകളിയിൽ ഈ രാഗമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മധുവേട്ടൻ ചർച്ചയുടെ ഒരു കേന്ദ്രത്തിലെത്തിയെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ചില സൂചകം പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ മീരയ്ക്ക് കൈമാറാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ കുറുപ്പാശാന്റെ ശബ്ദം നമ്മൾ ഇന്നും ഏറ്റവും ഒരു മാസ്മരിക ശബ്ദം എന്നുള്ള നിലയ്ക്ക് ആസ്വദിക്കുന്നതാണ്. വെങ്കലനാദം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിക്ക് പേരിടുന്നത്. വളരെ ഉചിതമാണ്. ഈ വെങ്കല ശബ്ദം എന്നത്, അഥവാ ഒച്ചക്കാരൻ മെച്ചക്കാരൻ എന്ന് മധുവേട്ടൻ പറഞ്ഞ ആ പഴയ വാചകമുണ്ടല്ലോ, അത് പഴയ കഥകളി സംഗീതത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പ്രാന്തിരി ആശാന്റെയും ഹൈദരാലി മാഷിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തോടു കൂടിയാണ് മൈക്ക് എങ്ങനെ ഉപയോഗിക്കണം, ശബ്ദ നിയന്ത്രണം എങ്ങനെ വേണം, എങ്ങനെയാണ് സംഗതികളെ മൈക്കിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് നിയന്ത്രിച്ച് പാടുക. അതോടൊപ്പം രംഗത്ത് പ്രവർത്തിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ഒച്ച എടുത്തിട്ടല്ല യഥാർത്ഥത്തിൽ ഭാവം കൊടുക്കേണ്ടത്, മറിച്ച് രാഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഭാവപരമായ ചില ഊന്നലുകളിലൂടെ ഈ ഭാവം കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ശ്രദ്ധ വികസിച്ചു വരുന്നത്. ഇത് വികസിച്ച് വന്നപ്പോഴും യഥാർത്ഥത്തിൽ ഇന്നും കഥകളി സംഗീതത്തിൽ അകത്ത് അതിനെപ്പറ്റിയിട്ടുള്ള ആസ്വാദകരുടെ ഇടയ്ക്കുമൊക്കെ ഈ സംഘർഷമുണ്ട്. സത്യത്തിൽ ഒച്ചക്കാരൻ മെച്ചക്കാരൻ എന്ന നിലയ്ക്ക് പാടുന്നതാണോ ശരി, മറിച്ച് ഈ ശബ്ദ നിയന്ത്രണത്തിൻ്റെ അനേകം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീതമാണോ? ഇത് ആസ്വാദനം ഓരോരുത്തർക്കും ഓരോ മട്ടിലാണ്, ഭിന്ന രുചിയാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ പ്രധാനപ്പെട്ട ആചാര്യന്മാരൊക്കെ നമ്മളുടെ അടുത്ത് നിന്ന് പോകുന്ന കാലത്ത് അവരുടെ ഈ മരം പിന്നെയും പെയ്യും എന്ന് പറയില്ലേ, മഴ പെയ്ത് തോർന്നാലും കുറച്ചു നേരം കൂടി മരം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ അവരുടെ ഓർമ്മ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഇപ്പൊ കുറുപ്പാശാൻ ഇല്ലാതായ ഒരു കാലത്ത്, അതിനുശേഷം ആ കാലത്ത് കഥകളി സംഗീതം കേട്ട് ശീലമുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ആരാണ് കുറുപ്പാശാനെ പോലെ പാടുന്നത്, കുറുപ്പാശാന്റെ ശബ്ദം. അതിൻ്റെ ഒരു അന്വേഷണം ആസ്വാദകർക്ക് ഉണ്ടായിരുന്നു. എമ്പ്രാന്തിരി ആശാന്റെ കാലം കഴിയുന്ന സമയത്തും അതുണ്ടായിരുന്നു. അപ്പം പല കഥകളി സംഗീതജ്ഞരെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു അകത്തൊരു ബാധ പോലെ, ഞാൻ നല്ല അർത്ഥത്തിലാണത് പറയുന്നത്, പോസിറ്റീവായ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങൾ, ഈ വലിയ സംഗീതജ്ഞരുടെ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. അത് ക്രമേണ മാറിയാണ് ഓരോ കലാകാരനോ അവരുടേതായ ഒരു വ്യക്തിത്വം സംഗീതത്തിൽ ക്രമേണ നേടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു പ്രധാന കാര്യം, കഥകളി സംഗീതത്തിലെ ഈ മാറ്റങ്ങൾക്കിടയ്ക്കും യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വ്യത്യസ്തമായി കേൾക്കുന്ന ഒരു ശബ്ദം നമ്മൾ ഇന്ന് ഓർക്കുന്ന കുറുപ്പാശാനാണ്. കുറുപ്പാശാന്റെ ശബ്ദത്തിൻ്റെ ഒരു വ്യത്യസ്തതയും ആ മധുവേട്ടൻ പറഞ്ഞതുപോലെ ഒച്ചക്കാരൻ മെച്ചക്കാരൻ എന്ന നിലയ്ക്ക് പാടുകയും അതോടൊപ്പം ശ്യാമ പോലുള്ള രാഗങ്ങളെയൊക്കെ കഥകളി സംഗീതത്തിലേക്ക് കൊണ്ടുവരികയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ മീരയിലേക്ക് കൈമാറാണ്. വേറൊരു നിലയ്ക്ക് ഈ ചർച്ച ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കഥകളുടെ പഴയ ചരിത്രത്തിലേക്ക് ഊന്നി നിൽക്കാതെ, മീര കഥകളി സംഗീതത്തിൽ പ്രവർത്തിക്കുന്നു, പാടുന്നു. അതോടൊപ്പം തന്നെ കുറേ കാലമായി മറ്റനേകം സംഗീതത്തിനോടൊപ്പവും മീര പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ പാട്ടുകളും പാടുന്നുണ്ട്. അതോടൊപ്പം വളരെ ശ്രദ്ധേയമായ നിലയ്ക്ക് തിരുവാതിരക്കളി പാട്ടുകളൊക്കെ കുറച്ച് കാലമായി ശ്രദ്ധിച്ച് തന്നെ അത്തരം പഴയ പാട്ടുകളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തതിനോട് ചേർത്ത് ചിന്തിച്ചാൽ ഈ കഥകളി സംഗീതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു റോനെസ് ഉണ്ട്. അതായത് ഒരു നല്ല അർത്ഥത്തിൽ പറഞ്ഞാലുള്ള പ്രാകൃതത്വം,
എന്ന് പറയുന്നത്. അതായത് മുഴുവൻ ഇങ്ങനെ ചെത്തി മിനുക്കി പാടുന്നതിന് പകരം ഒന്ന് അടിച്ച് പാടുമ്പോൾ ചിലതൊക്കെ അങ്ങനെ അങ്ങോട്ട് സ്വാഭാവികമായി പാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ അങ്ങേയറ്റാണ് നമ്മൾ ഈ തിരുവാതിരക്കളി പാട്ടിലൊക്കെ മുമ്പുണ്ടായിരുന്നത്. കഥകളി പദങ്ങൾ പോലും തിരുവാതിരക്കളി പാട്ടുകാർ, നല്ല പാട്ടുകാർ പാടുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു റോനസ് അതിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പം നമ്മൾ അതിനെ കാസറ്റുകളാക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ സങ്കേതങ്ങളിലേക്ക് മീര അടക്കമുള്ള ആളുകൾ വളരെ ഫലപ്രദമായി ഇത് ചേർക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഇത് വളരെ ശൈലീകൃതമാവുകയും അപ്പം നമുക്ക് ആ പഴയ പാട്ടിൻ്റെ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അല്പം പ്രയാസമാവുകയും ചെയ്യുന്നൊരു സംഘർഷം അതിനകത്തുണ്ട്. അതിനെ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുകയോ ആ തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പറച്ചിൽ മാത്രമല്ല, അത്തരം ചിലതൊന്ന് പാടിക്കൂടി കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ആദ്യം സദസ്സിന് എൻ്റെ നമസ്കാരം. രംഗകലകളിലെ ദേശീയ സ്വഭാവമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം. ഇപ്പം ഇവിടെ നേരത്തെ മധുവേട്ടൻ പറഞ്ഞ കുർപ്പാശാൻ്റെ കളമെഴുത്ത് പാട്ടിൻ്റെ സ്വാധീനം ഒക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കണു. നമ്മൾ ഇന്ന് കേൾക്കുന്ന ആർട്ട് മ്യൂസിക്, അതായത് ആ സംഗീതം എന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സംഗീതത്തിന് മുൻപുണ്ടായിരുന്ന, നേരത്തെ പറഞ്ഞ റോ ആയിട്ടുള്ളൊരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു സംഗീത പദ്ധതി നമുക്ക് അവകാശപ്പെടാനുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ഇന്ന് ഇതിലേക്കുള്ളൊരു കണക്ഷൻ ഞാൻ പറയാം. വയനാട്ടിൽ ജീവിച്ചിരുന്ന മുള്ളക്കുറുമർ എന്ന് പറഞ്ഞിട്ടൊരു ഗോത്രവർഗ വിഭാഗമുണ്ട്. അവർ സ്വയം വിശ്വസിച്ചിരുന്നത് അവർ കാട്ടാളനും കാട്ടാള സ്ത്രീയായി പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട്, അർജുനന് പാശുപതം കൊടുക്കാനായിട്ട് പോയ ആ കാട്ടാളൻ്റെയും കാട്ടാള സ്ത്രീയുടെയും വംശപരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് വിശ്വസിച്ചിരുന്ന മുള്ളക്കുറുമർ. അവർ കാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഇടം വേലി കെട്ടി തിരിച്ച് അവർ കൃഷി സംരക്ഷിക്കുന്ന ആ ഒരു സമയത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, കാട്ടുമൃഗങ്ങൾ വന്ന് അവർ വേലി കെട്ടി ഈ മൃഗത്തിനെ അതിൻ്റെ ഉള്ളിലാക്കും. നരിയെയും അതുപോലെ പന്നിയും ഒക്കെ വലകെട്ടി വിളിയിട്ടു പരമേശൻ. അപ്പം അങ്ങനെ വലയ്ക്കുള്ളിൽ ആക്കും. അവർ ഉറക്കമൊഴിച്ച് നിന്നിട്ട് വട്ടത്തിൽ കൈകൊട്ടി പാട്ട് പാടുന്ന ഒരു സമ്പ്രദായം. അവർ അതിന് പേര് കേട്ടിട്ടുള്ളത് നരിക്കുത്ത് മഞ്ചടിപ്പാട്ട് എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ടേം ഞാൻ കേൾക്കണത് അഞ്ചടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം തിരുവാതിരപ്പാട്ടിലാണ്. അയ്യടി പാടുക, അഞ്ചടി പാടുക എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട്. ഒരു പ്രത്യേക ചുവടാണത്. കൈ കോർത്ത് പിടിച്ച് കാല് മുന്നിലേക്ക് വെച്ച് പിന്നിലേക്ക് എടുത്ത് വെക്കണ ഒരു സമ്പ്രദായം. അപ്പം ഞാനിത് തിരുവാതിരപ്പാട്ടിൽ പാടുമ്പോൾ ഇതിനു മുൻപ് ഇത് എവിടെ നിന്നാണ് കേട്ടിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിത് കളമെഴുത്ത് പാട്ടിലാണ് ഈ ഒരു സമ്പ്രദായം ഉള്ളത് എന്ന് മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും തിരുമാന്താംകുന്നിലമ്മയുടെ കേശാതിപാത വർണ്ണന, ഘനസംഘം അല്ലെങ്കിൽ ചെമ്പൊന്നും പുറവടി. നമ്മുടെ ഒരു പ്രാദേശിക ദേവതാ സങ്കല്പം തിരുമാന്താംകുന്നിലമ്മയാണ്. അപ്പോൾ ചെമ്പൊന്നും പുറവടി വിരലോ കൈ തൊഴുന്നേൻ ചെവടി തളീരോ കൈതാ കൂപ്പി തൊഴുന്നേൻ നനന. ഈ ഒരു മട്ടിലാണ് അയ്യടി പാട്ട് പോണത്. അപ്പം ഞാൻ ഈ നരിക്കുത്ത് അഞ്ചടിപ്പാട്ട്, ഈ നരിയെ ഉള്ളിലിട്ടിട്ട് അവർ ഉറക്കൊഴിച്ച് രാവിലെ ആക്കാൻ വേണ്ടി പാടുന്ന പാട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഘടന നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതമായി. കടുവായ വയറ്റിൽ പോയി ജനിച്ച പൂത്തിരനെ കടുക പോയി മലനാടും പുകഴ്ന്ന വീര്യനെ ഇറ്റുമാൻ പുലിയോടു കളിച്ചോടി നടപ്പൻ ഇതമോത്ത കുളപ്പുള്ളി സ്ഥലമറ്റും പാരിടവും. ഇങ്ങനൊരു ഇതിങ്ങനെയാണോ അന്ന് പാടിയിരുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഘടനയും അക്ഷരവും ഒക്കെ അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പ്രിമിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ളൊരു സംഗീതം നമുക്ക് ഇന്നത്തെ എല്ലാ റിഫൈൻഡ് ആയിട്ടുള്ള രംഗകലകൾക്കും അവകാശപ്പെടാം അല്ലേ? അപ്പോൾ ഇങ്ങനൊരു പ്രാകൃതമായിട്ടുള്ള സംഗീത പദ്ധതിയിൽ
പ്രത്യേകിച്ചും താളനിബദ്ധമായിട്ടുള്ള ഒരു സംഗീതം, മെലഡി വളരെ കുറവായിട്ടുള്ള ഒരു സംഗീതം. ഇത് ഒരു ജനറൽ പാർട്ടിസിപ്പേഷനാണ്. ഇതിലങ്ങനെ കാണികളില്ല, സദസ്സില്ല, പെർഫോം ചെയ്യണ ഒരാൾ, അങ്ങനെയൊന്നുമില്ല. ഇതൊരു കളക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഇവർ വട്ടമിട്ട് പാടുക. നമ്മുടെ വട്ടപ്പാട്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണു എന്ന് പറയണു ഈ ഗോത്രവർഗ വിഭാഗത്തിൻ്റെ കലാരൂപങ്ങൾ. ഇതൊക്കെ ശരിക്കും വംശീയ സംഗീതം അല്ലെങ്കിൽ എത്തനോ മ്യൂസിക്കോളജി അല്ലെങ്കിൽ സംഗീത നരവംശാസ്ത്രം, മ്യൂസിക്കൽ എത്തനോളജി, സംഗീതം എന്ന വ്യവഹാരത്തിലൂടെ ഒരു സമൂഹത്തെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മളെല്ലാ കാണുന്ന രംഗകലകളിലും ഈ ഒരു സ്വാധീനമുണ്ട്. ഞാനിതൊരു മ്യൂസിക്കിൻ്റെ ആസ്പെക്റ്റിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് മറ്റ് പെർഫോമിങ് ആർട്സിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രിമിറ്റീവായിട്ടുള്ള ഒരു സംഗീതം അത് കുറച്ചും കൂടിയും വലുതാവുമ്പോൾ അതൊരു നാടൻ സംഗീതമായിട്ട് വല്ല. നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നാടൻ സംഗീതത്തിന് മുൻപൊന്നും ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നാടൻ സംഗീതം ആകുമ്പോഴേക്കും കുറച്ചും കൂടി അതിന് ഇവല്യൂഷൻ സംഭവിക്കുകയാണ്. പ്രാദേശിക വ്യത്യാസങ്ങൾ വരുന്നു, ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടെ വരുന്നു, നമ്മുടെ മാനറിസംസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ ഈ തമിഴ് മലയാളം വ്യത്യാസങ്ങൾ, അങ്ങനത്തെ ദേശീയ വ്യത്യാസങ്ങൾ അവിടെ വരികയാണ്. അതന്നെ കുറച്ചുകൂടി വലുതാവുകയാണ്. പിന്നെ അത് പോപ്പുലറായിട്ടും അതൊരു ആർട്ട് മ്യൂസിക് ആകുമ്പോഴേക്കും വരുന്ന വ്യത്യാസങ്ങളാണ്. എന്നിട്ടും ഇതേ ദേശീയ സമ്പ്രദായങ്ങൾ നമ്മളറിയാതെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളറിയണില്ല നമ്മൾ പ്രയോഗിക്കുന്ന. ഇപ്പം ഈ തിരുവാതിരക്കളി ഒരു രംഗകലയായിട്ട് മാറി. ഈ രംഗകലകളിൽ അന്നത്തെ ആ ഗോത്രവർഗ സംഗീതം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴത്തെ ആ ഒരു കാലം മാറുമ്പോഴത്തെ ആ വികാസം അതാണ്. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇത് മീര പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കാവാലം നാരായണ പണിക്കർ പറയുന്ന വളരെ മനോഹരമായ ഇതിനെ പറ്റിയിട്ടുള്ളൊരു വാചകമുണ്ട്. യഥാർത്ഥത്തിൽ ലൗകികത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാചകം ഒരു സമസ്തവാക്യാണ്. സത്യത്തിൽ വാചകത്തിൽ ഉപയോഗിക്കുന്നത് ദേശീയ എന്നുള്ള വാക്കല്ല, പക്ഷെ അത് കൃത്യമാണെന്ന് കരുതുന്നു ഞാൻ. കാരണം ലൗകികത്തിൽ നിന്ന് ലോകധർമ്മിയിലേക്കുള്ളതിലും ദൂരമുണ്ട് ലോകധർമ്മിയിൽ നിന്ന് നാട്യധർമ്മിയിലേക്ക്. ഈ ദൂരം അത്രയും നടന്നു തീർത്തു മലയാളിയുടെ പ്രതിഭ എന്ന് അദ്ദേഹം പറയും. ലൗകികം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ മീര വിശദീകരിച്ച തരത്തിലുള്ള വളരെ റോ ആയ നാടൻ സംഗീത പദ്ധതികളാണ്. ഇപ്പോൾ മീര പാടി വിശദീകരിച്ച ചെമ്പൊന്നും പുറവടിയുടെ ഘടന, ഇപ്പോൾ ഈ വയനാട്ടിലുള്ള ആദിവാസി ഗോത്രങ്ങളിലല്ലേ ഇപ്പോൾ പറഞ്ഞത്, ഇതേ ഘടന തന്നെ നമുക്ക് ഇടുക്കിയിലെ പാട്ടിലും കേൾക്കാം. ഇതേ ഘടന അയ്യടി ഘടനയിൽ കേരളത്തിലെ ആദിവാസികൾക്കകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. അത് മുഴുവൻ ഈ ചെമ്പൊന്നും എന്ന് മുകളിലേക്ക് പിടിക്കുന്ന മുഴുവൻ സംഗതികളും ഈ എറിഞ്ഞു പിടിക്കുക മുകളിലേക്ക്. അവർ എറിച്ച് പാടുക എന്നൊരു വാക്ക് നമുക്ക് ഇടുക്കിയിലെ പാട്ടുകാർക്കിടയ്ക്ക് കേൾക്കാം. ഈ എറിച്ച് പാടുക എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ മുകളിലേക്ക് ഇങ്ങനെ താരസ്ഥായിലേക്ക് നേരിട്ടിട്ട് ഇങ്ങനെ പാടുന്നൊരു പാട്ടാണ്. ആ രീതിയിലുള്ള അയ്യടി പാട്ടുകളുടെ ഒരു വലിയ ശേഖരം കേരളത്തിലുടനീളം കേൾക്കാം. ഇത്തരത്തിലുള്ള നാടൻ കലകൾക്കകത്ത് അതിനെയാണ് അദ്ദേഹം ലൗകിക കലകൾ എന്ന് പറയുന്നത്. അത്തരം അനേകം കലകളുണ്ട്. അതിൽ കാണിയും, അതായത് കേൾക്കുന്ന ആളും അവതരിപ്പിക്കുന്ന ആളും ഒന്നും ഉണ്ടാവില്ല. നമുക്കും വേണമെങ്കിൽ അതിനകത്തേക്ക് പങ്കുചേരാം, ഒന്നിച്ച് ഡാൻസ് ചെയ്യാം, ഒന്നിച്ച് പാട്ട് പാടാൻ കൂടാം. അങ്ങനെയുള്ള കലകളാണ്. രണ്ടാമതൊരു തലം ലോകധർമ്മി കലകൾ എന്ന് പറയുന്ന കാക്കരശി നാടകം, പൊറാട്ട്, നമ്മുടെ പാലക്കാടുള്ള കണ്ണിയാറ്, ഇങ്ങനെയൊക്കെയുള്ള കലകൾ. അത് നമുക്ക് പെട്ടെന്ന് പോയി കയറാനൊന്നും പറ്റില്ല. അത് അവതരിപ്പിക്കുന്ന കലാകാരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ആ കലക്കകത്ത് ഈ പറഞ്ഞ ഒരു റോനെസ് ഉണ്ട്, ഈ അപരിഷ്കൃതത്വം ഉണ്ട്, അതിൻ്റെ സംഗീതത്തിന് അതുണ്ട്. ഇപ്പം പൂക്കാരൻ പൂക്കാരി എന്നൊക്കെ പറയുന്ന കണ്ണിയാർകളിത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മധ്യമാവതിയുടെയും ശങ്കരാഭരണത്തിൻ്റെയും ഒക്കെ സ്വഭാവങ്ങൾ അതിനകത്ത് നമുക്ക് കേൾക്കാം. അവരത് മധ്യമാവതിയായിട്ടൊന്നും പാടുന്നതല്ല, നമ്മുടെ ചെവിക്ക് അത് മധ്യമാവതിയായിട്ട് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ മധ്യമാവധി അങ്ങോട്ട് ആരോപിക്കുന്നതിൽ ഒരു വലിയ അപകടമുണ്ട്. നമ്മുടെ കേൾവിയുടെ പ്രശ്നമാണ് അത് മധ്യമാവധിയാവുന്നത്. അവരത് മധ്യമാവധിയായിട്ട് പാടുന്നതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അനേകം സംഗീതങ്ങളിൽ നിന്നാണ് സത്യത്തിൽ ഇന്നത്തെ തിരുവാതിരക്കളിയുടെ പാട്ടാണെങ്കിലും കഥകളിയുടെ പാട്ടാണെങ്കിലും ഒക്കെ രൂപപ്പെട്ടത്. അല്ലാതെ എവിടെന്നെങ്കിലും ആകാശത്ത് നിന്ന് പൊട്ടി വീണതുപോലെ കഥകളി സംഗീതമോ നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സംഗീതം ഉണ്ടാവുന്നില്ല. പല പല സംഗീതത്തിനകത്ത് നിന്നുള്ള സ്വാധീനങ്ങൾ ഇതിനകത്തുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ മധുവേട്ടനിലേക്ക് വന്നാൽ ഈ കേരളീയ രാഗങ്ങൾ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് ചോദിക്കാം. നമ്മൾ ഈ കേരളീയ രാഗങ്ങൾ കഥകളിയിൽ എന്ന് പറയുന്ന കുറേ രാഗങ്ങളുടെ പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പറയുന്ന പുറനിര, ഖണ്ഡാരം, കഥകളിയിലെ പാടി, അങ്ങനെയുള്ള രാഗങ്ങൾ. ഈ രാഗങ്ങൾ പാടുമ്പോൾ ഇപ്പം മധുവേട്ടൻ്റെ ഒരു സംഗീത മാർഗം ദീർഘകാലമായി ഒപ്പം പാട്ട് കേൾക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സംഗീത മാർഗത്തിനകത്ത് സ്വാഭാവികമായിട്ട് വളരെ ശൈലീകരിച്ചൊരു പാട്ടാണ് മധുവേട്ടൻ പലപ്പോഴും കൃത്യമായി ദീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പോലും മധുവേട്ടൻ ഇത്തരം രാഗങ്ങളൊന്നും
ഏതൊക്കെ രാഗമാറ്റങ്ങൾ മധുവേട്ടനെ പറ്റി നമ്മൾ പറയും, അനേക രാഗങ്ങളുടെ മധുവേട്ടൻ മാറ്റി പാടുന്നു, വളരെ സന്തോഷത്തോടുകൂടിയും അത് പറയും. പക്ഷേ മധുവേട്ടൻ ഒരിക്കലും അങ്ങനെ മാറ്റാതെ പാടുന്ന കുറേ രാഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം രാഗങ്ങൾ വരുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ പുറനിര പാടേണ്ടത്, ഇന്തളം പാടേണ്ടത്, ഖണ്ഡാരം പാടേണ്ടത്, ഇത്തരം കാര്യങ്ങൾ മധുവേട്ടൻ ഒരു സമയത്തും അവിടെ നിന്ന് മാറ്റി മറ്റെന്തെങ്കിലും പാടുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഇന്നുവരെ കേട്ടിട്ടേ ഇല്ല. മധുവേട്ടൻ അത്തരം രാഗങ്ങൾ മാറ്റാനോ അത് അത്തരത്തിൽ ആ രാഗങ്ങൾ അതേപടി സംരക്ഷിക്കുക എന്നുള്ളൊരു തീരുമാനം, അത് മാറ്റരുത്, അത് കഥകളുടെ ഒരു ഭാഗമാണ്, അത് ഇവിടെ അങ്ങനെ പാടിയില്ലെങ്കിൽ അത് പോകും എന്നുള്ളൊരു ശ്രദ്ധ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ശ്രദ്ധ ഉണ്ടായത് എന്നും അതോടൊപ്പം അതിലെ ഏതെങ്കിലും ഒരു കേരളീയ രാഗത്തിലുള്ള ഒരു പദത്തിലെ കുറച്ച് ഭാഗം ഒന്ന് പാടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. എന്തു വന്നാലും കഥകളി സംഗീതത്തിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാന ശൈലി തന്നെയുണ്ട്. സോപാന സംഗീത ശൈലിയാണ് കഥകളി സംഗീതം എന്ന് പറയുമ്പോഴും ഇന്ന് നമുക്കതിനെ ശരിക്കും സത്യത്തിൽ അങ്ങനെ ഉറച്ചു പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് കഥകളി സംഗീതം ഇന്ന് നിൽക്കുന്നത്. കാരണം നമ്പീശനാശാനാണ് കഥകളി സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചിരിക്കണം. ഒരു 8 വർണ്ണമെങ്കിലും പഠിക്കുന്നത് വരെ കർണാടക സംഗീതം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നതായിട്ടുള്ള കേട്ടിട്ടുള്ളത്. അത് ശരിക്കും കഥകളി സംഗീതത്തിന് ഒരു പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പാടുന്നവർക്കോ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ചൊല്ലിക്കൊടുക്കുക, ചൊല്ലി പഠിപ്പിക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് കഥകളി സംഗീത ശൈലിയിൽ ആചരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ കൃമീരവധം കഥയാണെങ്കിലും മാർഗേ തത്ര നഖം പചോഷ്മള രജ പുഞ്ചേ ലലാടന്തപ എന്നുള്ള ശ്ലോകം നമ്പീശനാശാൻ എങ്ങനെയാണ് പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ള കുട്ടികൾ പാടുന്നത്, അതേപോലെ തന്നെയാണ്. ഇല്ലെങ്കിൽ മാടമ്പിയാശാൻ്റെ ശിഷ്യന്മാരാണെച്ചാലും ശരി, ഞങ്ങൾ ആരാണെച്ചാലും ആ ശ്ലോകം ഇന്ന് അതിൽ കാമ്പോജിയിൽ നമുക്ക് എത്ര സംഗതികൾ കാണിച്ചാലും പാടാൻ പറ്റും. ഇന്ന് ആരും അതിനെ തൊട്ട് കളിക്കാൻ നിന്നിട്ടില്ല. അതിലൊരു സംഗതികൾ മാറ്റി ഹൈദരാലി ആശാൻ അടക്കം. ഹൈദരാലി ആശാൻ കാമ്പോജിയിൽ ഇഷ്ടം പോലെ പ്രയോഗങ്ങൾ പ്രയോഗിക്കാം. കോട്ടക്കൽ ഉത്സവത്തിന് അദ്ദേഹം ഈ ശ്ലോകം പാടിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയപ്പോൾ. കാരണം അത് മാറ്റരുത്. അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട്. എൻ്റെ മനസ്സിനുണ്ടാവും ചില പദങ്ങൾ അത് അതേപോലെ തന്നെ വേണം, അത് മാറ്റിയാൽ നന്നല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പദങ്ങളെ ഞാൻ മാറ്റാറില്ല. ചെറിയ തുണ്ട് പദങ്ങൾ അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ പദങ്ങൾ, ചോദ്യം ഉത്തരം അങ്ങനെയുള്ള രംഗങ്ങളിൽ വരുന്ന പദങ്ങൾ. ഇപ്പോൾ കലയാമി സുമത എന്നുള്ളത് 5 ചരണമുണ്ടെങ്കിൽ 5ഉം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ശങ്കരാഭരണ രാഗത്തിലാണ്. ഗുരുമുഖത്ത് നിന്ന് നമ്മളെല്ലാം പഠിക്കുന്നത് ശങ്കരാഭരണത്തിൽ, അല്ലെങ്കിൽ ആരണോ നിന്റെ പേരെന്തു, പിന്നെ പന്തുവരാളിയും ഭൈരവിയും മാത്രമാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തന വിരസത വരുന്നത് കൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള കഥകളി പാട്ടുകാർ അത് ചോദ്യവും ഉത്തരവും ഓരോ രാഗങ്ങളിലാക്കിയാൽ നന്നാവും. അത് നല്ലൊരു വിജയം തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതിലൊരു പരാജയവും ഇന്നേ വരെ നമുക്ക് അതിൽ തോന്നിയില്ല. പിന്നെ ഈ കർണാടകത്ത് ഇപ്പം ശങ്കരാഭരണൻ രാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങിയാൽ പലതരം ശങ്കരാഭരണൻ രാഗത്തിലുള്ള സംഗതികളും ഇല്ലെങ്കിൽ അതിൻ്റെ രസങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആ സംഗതികളെല്ലാം നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. അപ്പോൾ അരങ്ങത്തെത്തുമ്പോൾ ഈ ഒരു ഭാവം അതിനെന്തുകൊണ്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആർക്കും തോന്നാവുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രയോഗിച്ച് നോക്കുകയാണ്. അതിന് അഭിപ്രായങ്ങളിൽ ജനങ്ങളിൽ നിന്നുമാണ് വരുന്നത്. അത് സ്വീകരിക്കേണ്ടതും കൊള്ളേണ്ടതും പാട്ടുകാരനാണ്. അങ്ങനെ പാടി നമുക്കത് നന്നെന്ന് തോന്നുമ്പോൾ നമ്മളതിൽ സ്ഥിരമായി നിൽക്കുന്നു. കാരണം ഓരോ കലാകാരും ഓരോ പാട്ടുകാരും അതാത് കാലങ്ങളിൽ അവരുടേതായിട്ടുള്ള ശൈലി. ഇപ്പം നമ്പീശനാശാൻ്റെ ശിഷ്യന്മാരാണ് ഇന്ന്, ഇല്ലെങ്കിൽ ശിഷ്യപ്രശിഷ്യന്മാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പാട്ടുകാരും. നമ്പീശനാശാൻ്റെ ആ ഒരു വഴികളിലല്ല പലരും സഞ്ചരിക്കുന്നത്. കാലത്തിനനുസരിച്ചിട്ട് സംഗീതത്തിൽ മാറ്റം എല്ലാ മേഖലയിലും, സിനിമാ മേഖലയിലാണെച്ചാലും കർണാടക സംഗീത മേഖലയിലാണെച്ചാലും അതേപോലെ നൃത്ത മേഖലയിലാണെച്ചാലും എല്ലാറ്റിലും മാറ്റങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അതിൽ നിന്നും വ്യതിചലിക്കാതെ അത് മറക്കാതെ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം. കേരളീയ രാഗങ്ങൾ എന്ന് പറയുമ്പോൾ പുറനീര്, ഇന്തളം,
പാടി എന്ന് പറയുന്ന രാഗം കർണാടക സംഗീതത്തിലുണ്ട്, മായാമാളകുളത്തിൻ്റെ ജന്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ആ പാടിയും കഥകളി സംഗീതത്തിൻ്റെ പാടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എസ് രാമനാഥ് സാർ കോട്ടക്കൽ ഉത്സവത്തിന് വന്നപ്പോൾ പാടി കേട്ടപ്പോൾ ഇത് ഏതാ രാഗം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇത് പാടിയാണ്. പക്ഷേ കർണാടക സംഗീതത്തിൻ്റെ പാടിയും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ. പക്ഷേ ഈ പാടി അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നിങ്ങളുടെ നവരസം നിങ്ങൾ മാറ്റരുത്. അത് നവരോജായിട്ടുള്ള സാമ്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ സംഗതികൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ആ പേരോടുകൂടി നിൽക്കട്ടെ. നിങ്ങൾ ഖണ്ഡാരം മാറ്റരുത്. അതിൽ ചിലപ്പോൾ നിങ്ങൾ സ്വരം വഴിക്കൊക്കെ നോക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അത് മാറ്റരുത്. അത് നിങ്ങളുടെ ദേശീയ സംഗീതമാണ്, അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം വന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാഗങ്ങളെല്ലാം കഥകളി സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ സോപാന സംഗീതത്തിൻ്റെ തുള്ളൽ സംഗീതത്തിൻ്റെ മാത്രം രാഗങ്ങളാണ്. ഇപ്പം ഇന്തളം രാഗം നമുക്ക് ആകെ പാടുന്നത് വിപ്രാംശ വിപ്രവരകേതു എന്നുള്ള സൂര്യനെ തപസ് ചെയ്യുന്ന ധർമ്മപുത്രരുടെ ഒരു ശോകമാണ്. അതിൻ്റെ സ്വരസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടുകളിലേക്കോ നമുക്ക് പോയാൽ സുഗമമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ ആരും അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന സ്വരങ്ങൾ അതിൽ ചേർക്കാൻ പാടില്ല, ഇത് ഇന്ന രാഗത്തിൻ്റെ ജന്യരാഗമാണ്. അതുകൊണ്ട് ആ ഇപ്പോൾ പാടി രാഗം നോക്കുമ്പോൾ അതിൽ പല രാഗങ്ങളും വരുന്നുണ്ട്. ഹരികാംബോജി വരുന്നുണ്ട്, ദ്വിജാവന്തി വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കേദാരഗോളത്തിൻ്റെ ഛായ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അതിൻ്റെ ഏത് രാഗത്തിൻ്റെ ജന്യമാണ് എന്ന് വേണമെച്ചാൽ കണ്ടുപിടിക്കാൻ നമുക്ക് സുഗമമായിട്ട് പറ്റും. ധാരാളം കർണാടക സംഗീതം പഠിച്ചിട്ടുള്ള ഒരുപാട് കഥകളിപ്പാട്ടുകാർ ഇന്ന് കഥകളി മേഖലയിലുണ്ട്. പക്ഷെ ആരും അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. ആ ഗുരുമുഖത്തുനിന്ന് എന്താണ് പറഞ്ഞതെന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോഴും പാടിക്കൊണ്ടുവരുന്നത്. ഞാൻ തിരുവനന്തപുരം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്തളം രാഗം പാടിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു, മാഷേ ഞങ്ങൾ ഇത്രയും കാലം ഈ ഇന്തളം നിങ്ങൾക്ക് പേര് മാറിയതാണ്, ഇന്തോളം പേര് മാറിയതാണ്, അതുകൊണ്ടാണ് അത് ഇന്തളമായി എന്നാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇന്തളവും ഇന്തോളവും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോഴാണ് സാറ് പാടിയപ്പോഴാണ് ഇന്തളം ഇതാണ്, ഇന്തോളം ഇതാണ് എന്നുള്ളത് നമുക്ക് വ്യത്യാസം മനസ്സിലാവാൻ സാധിച്ചത്. അപ്പോൾ കേരളീയ സംഗീതത്തിൽ കേരളത്തിൻ്റെ രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഖണ്ഡാരം, പാടി, കാനക്കുറിഞ്ഞി, പുറനീര്, പിന്നെ അങ്ങനെയുള്ള രാഗങ്ങളൊക്കെയാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഥകളി പാട്ടുകാരാണ്. നമ്പീശനാശാൻ പഠിപ്പിച്ചത് വിപ്രവരകേതു നിവിഷ്ടചിത്ത ആശ്വാസ്യചാത്മമഹിഷി ഗുരുസന്നിധേശാൽ തുഷ്ടാവഭാസ്കരമുദാരമന സ്തദാനി രാജാഭിഘോരഗീതചാരുകര കരാരവിന്ദ. നമ്മുടെ ഏത് ശ്ലോകങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ ഏത് പദങ്ങൾ നോക്കിയാലും എല്ലാം മേൽഷഡ്ജത്തു നിന്നാണ് കഥകളി സമ്പ്രദായത്തിൽ. അതാണ് കഥകളിയുടെ പ്രത്യേകത. കഥകളി സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കാലേ കഥാചിത കാമി ഒക്കെ മേൽഷഡ്ജത്തു നിന്നാണ്, ഉന്മീ ഗാന്ധാരത്തു നിന്നാണ്. അപ്പം അങ്ങനെ ഓരോരോ ഷഡ്ജത്തിൽ കൊണ്ടുപോയിക്കണം. അതിൻ്റെ ഒരു കാരണം, പ്രധാന കാരണം എന്താണെന്ന് ആലോചിക്കുമ്പോൾ പണ്ട് ഈ കാലങ്ങളിൽ കോവിലകങ്ങളിലും നമ്പൂരി ഇല്ലങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന കഥകളി സംഗീതം മൈക്കില്ലാത്ത സമയത്ത് ഒരു ചുറ്റുവട്ടത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കും, അവർക്ക് ഒരു നേരം പോക്കിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കഥകളിയിൽ പരമാവധി ആൾക്കാരിൽ ഈ പദങ്ങൾ കേൾപ്പിക്കുക അല്ലെങ്കിൽ ഈ ഏതാണ് കഥ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒച്ചക്കാരൻ മെച്ചക്കാരൻ ഏറ്റവും തുറന്ന് പാടുക. അവർക്ക് അക്ഷരങ്ങൾ മാത്രമേ അന്ന് കേൾക്കണ്ടൂ. പിന്നെ ഈ മൈക്ക് എല്ലാം വന്ന കാലത്തോടു കൂടിയാണ് കഥകളി സംഗീതം, കുറച്ച് സംഗീതം ഉപയോഗിച്ച് അതിൽ മാറ്റങ്ങൾ. ഇപ്പോൾ വെങ്കടകൃഷ്ണ ഭാഗവതർ അദ്ദേഹത്തിൻ്റെയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു 2.5-3 ഘട്ട ശ്രുതിക്കാണ് അന്ന് പാടിയതായിട്ട് നമുക്കതിൽ കേൾക്കാൻ സാധിക്കും. കാരണം ആ ശബ്ദത്തിനെ, ആ അക്ഷരത്തിനെ
ഏറ്റവും തുറന്ന് പാടി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മമായിരുന്നു അന്ന് കഥകളിപ്പാട്ടുകാരൻ്റെ ധർമ്മം. മധുവേട്ടൻ വളരെ കൃത്യമായിട്ട് കേരളീയ രാഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു ഒറ്റ പോയിന്റ് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ കേരളീയ രാഗങ്ങൾ നമ്മൾ സത്യത്തിൽ കഥകളി മാത്രമല്ല പൊതുദേശീയ സംഗീതത്തിന്റെ പ്രാദേശിക വഴക്കങ്ങളെ പറ്റിയാണല്ലോ ചർച്ച. ഈ കേരളീയ രാഗങ്ങളിൽ മിക്കതും ഉപയോഗിക്കുന്നതായി പരാമർശമുള്ള ഒരു കല സത്യത്തിൽ തുള്ളലാണ്. നമ്പ്യാരുടെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ പരിശോധിച്ചാൽ അതിനകത്ത് പുറനിര എന്നും ഖണ്ഡാരമെന്നും ഈ പറഞ്ഞ വാക്കുകളെല്ലാം അതിനകത്ത് കാണാം. അത് ഉപയോഗിക്കേണ്ട സ്ഥാനങ്ങളെക്കുറിച്ച് നമ്പ്യാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് വേണം പറയാൻ, പലപ്പോഴും തുള്ളലിൻ്റെ അത് ഒരാചാര്യൻ്റെയോ ആരുടെയോ പിഴവല്ല, അതിൻ്റെ ഒരു ഗതിവിഗതികളിൽ ആ ഒരു വഴികളൊക്കെ അതിനകത്ത് നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സത്യത്തിൽ തുള്ളലിൽ തിരിച്ചു പിടിക്കേണ്ടതാണ് അതിൻ്റെ താളപ്രകാരവും സംഗീതപ്രകാരവും എന്നെനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ കേരളീയ താളങ്ങൾ എന്ന നിലയ്ക്ക് വ്യവഹരിക്കുന്ന ലക്ഷ്മി, അത് വലിയ ലക്ഷ്മി, ചെറിയ ലക്ഷ്മി, കുംഭം, കുണ്ടനാച്ചി, മർമ്മം തുടങ്ങിയുള്ള വിവിധ വായ്ത്താരികളുള്ള വായ്ത്താരി താളങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്പ്യാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നമ്പ്യാർ ഉപയോഗിച്ചതിനൊക്കെ കൃത്യമായ രാഗങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആ താളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ രചനകളും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഹരിണി സ്വയംവരം, തുള്ളൽ പോലെയുള്ള കൃതിക്കകത്ത് ഈ മുഴുവൻ താളങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാം. ആ താളത്തിലുള്ള രചനയും കാണാം. പക്ഷെ ഇന്ന് നമ്മൾ തുള്ളലിന്റെ അവതരണത്തിനകത്ത് ഈ താളങ്ങളൊന്നും തന്നെ ആ താളത്തിലല്ല രംഗത്തിലുള്ളത്. ഹരിണി സ്വയംവരം സാധാരണ നിലയ്ക്ക് എപ്പോഴും രംഗത്തില്ല. രംഗത്തുള്ള തുള്ളലുകളിൽ പോലും പലപ്പോഴും കുംഭമടക്കമുള്ള താളങ്ങളൊന്നും കുംഭതാളമായി രംഗത്ത് ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു തുള്ളൽക്കാരൻ്റെ ഒരു പിഴവായിട്ടല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ പുതിയ ഈ രംഗത്തുള്ള ആളുകൾ തിരിച്ചു പിടിക്കേണ്ടതാണ്. ഇപ്പൊ കിരാതം തുള്ളലിലെ ഒരു ഭാഗം കുംഭം എന്ന് പറയുന്ന താളത്തിലാണ്. ഇപ്പോൾ വരവാണി ജനങ്ങളുടെ തലമുടി പട്ടുതര മഴികയും മലർ പൊഴികയും മണമമ്പൊടു വിലസുകയും എന്ന് പറയുന്ന ഭാഗം കുംഭം എന്നുള്ള താളത്തിലാണ് എന്ന് കൃത്യമായി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് കുംഭത്തിൽ രംഗത്ത് പോലും നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ചിലപ്പോൾ ആചാര്യന്മാർ മുമ്പ് മുതലേ ചെയ്തു വന്ന കാര്യത്തെ നമ്മളായി മാറ്റണ്ട എന്ന ഒരു ബഹുമാനം കൊണ്ടോ ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്പ്യാർ ഉദ്ദേശിച്ചത് എന്ത് എന്ന അന്വേഷണത്തിൽ നിന്നും, അതുപോലെ നമ്മുടെ കലകളിൽ ഉണ്ടായിരുന്ന ഇത്തരം വളരെ വിലപ്പെട്ട പല സാധനങ്ങളും മറന്നു പോകുന്നു എന്നുള്ളൊരു ഒരു സങ്കടം കൂടി ഇതിൻ്റെ ഒപ്പം പങ്കുവെക്കുകയാണ്. നമ്മുടെ ചർച്ച ഇനി അവസാനിപ്പിക്കാൻ 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മുടെ കേരളീയ സംഗീതത്തിൻ്റെ ദേശീയ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളീയ സംഗീതവും അതിന് തൊട്ടടുത്ത തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ സംഗീതവും ഒക്കെ തമ്മിലുള്ള വ്യത്യസ്തകളിൽ ഊന്നി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്, ദേശീയ തലത്തിൽ ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് മീര കുറച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അത്തരം ചില കാര്യങ്ങൾ മീര സൂചിപ്പിക്കുന്നത് കരുതുന്നു. അതിന് മുൻപ് ഇപ്പം മധുവേട്ടൻ പറഞ്ഞ പുറനീര അല്ലെങ്കിൽ കാനക്കുറിഞ്ഞി, ഇന്നളം എന്നൊക്കെ പറഞ്ഞ രാഗങ്ങൾ, കേരളീയ രാഗങ്ങൾ എന്ന് പറഞ്ഞു. ഈ മലമ എന്നുള്ളൊരു പേര് കഥകളിയിലാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ കണ്യാർകളിയിൽ മലമ എന്നുള്ളൊരു വിഭാഗം അവതരിപ്പിക്കേണ്ടത്ര പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് എന്നാണത്ര ഈ മലമ എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. കണ്യാർകളിയിലെ 4 ഘട്ടങ്ങളിലെ ആദ്യ ഘട്ടമാണത്ര ഈ മലമ. അപ്പോൾ ഒരുപക്ഷെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് മല അങ്ങനെയുള്ള കണക്ഷൻ ആയിരിക്കാമെന്ന് തോന്നുന്നു. ഈ നേരത്തെ പറഞ്ഞ പ്രാകൃത സംഗീതത്തിൽ നിന്ന് തന്നെ ഞാൻ വരികയാണ്. അപ്പോൾ നമ്മുടെ സംഗീതത്തിൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ എറിഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞൊരു സംഗീതം പറഞ്ഞല്ലോ. അപ്പം ഇവിടെ സോപാന സംഗീത പദ്ധതിയിൽ ഈ പറഞ്ഞ പോലെയാണ് ചുരുക്കി കുറുക്കി പാടുക എന്നുള്ളതാണ്. രാഗത്തെ ചുരുക്കി കുറുക്കി സ്ഥായികളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റ് വഴികളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാണ്ട് പാടുന്ന ഒരു സംഗീത വഴിയാണ് സോപാന സംഗീതത്തിൽ. അപ്പോൾ ചില ഇപ്പം കഥകളി പോലുള്ള കലകൾ നമ്മൾ ഒരു വേഷത്തിന് വേണ്ടി, അഭിനയത്തിന് വേണ്ടി പാടുമ്പോൾ വന്ന മാറ്റങ്ങളും അതല്ലാതെ അതൊരു സാഹിത്യമായിട്ട് നിലനിൽക്കുമ്പോഴുണ്ടാകുന്ന ചില മാറ്റങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ മറ്റ് വ്യത്യാസം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറയാം. വിജനേ ബത്ത മഹതി വിപിനേ. നമുക്ക് അറിയാം നമ്മുടെ ഒരു എന്താ പറയുക, ആ വികാരം വേറെയാണ്. കഥകളിയിലത്തെ വിജനേപത കേട്ടിട്ട് ഇതിൻ്റെ അക്ഷരം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടികൾ, ആ ഒരു സംഭവം
ഇങ്ങനെ പാടുമ്പോൾ കുറച്ചുകൂടി പ്രകടമാണ് ഇതിൻ്റെ അക്ഷരം വിന്യസിച്ചിരിക്കുന്ന രീതി. വിജനേ ബതമഹതി വിപിനേ നീയുണർന്നിന്ദു വദനേ വീണെന്തു ചെയ്വു കഥനേ അവനേ ചെന്നായോ ബന്ധു ഭവനേ ചെന്നായോ കീരവാണി ഭൈരവാണി സാരവ ഭൈരവാണി ഘോരകനനീച്ച. പ്രാസഭംഗിയും ആ ഇരട്ടികൾ എടുക്കുന്ന ഭംഗിയൊക്കെ മറ്റൊരു രംഗകലയ്ക്ക് ഇത് ആവിഷ്കരിക്കുന്നു. ഒട്ടും അഭിനയം ഇല്ലാത്തൊരു കലയിലേക്ക് അത് സന്നിവേശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകടമായിട്ടുള്ളൊരു മാറ്റാണിത്. അപ്പോൾ അതൊന്ന് പരാമർശിച്ചു എന്ന് മാത്രം. ഇനി മറ്റ് ചില ദേശീയ വ്യത്യാസങ്ങൾ നമ്മുടെ ചില ആശയങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴുള്ള ചില വ്യത്യാസങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ജയദേവ കവി 19ാമത്തെ അഷ്ടപതിയിൽ സ്മരഗരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം. പത്മാവതി പത്മാവതിക്ക് ദർശനം കൊടുത്തു കൃഷ്ണൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രിയേ ചാരുശീല എന്ന് പറഞ്ഞ അഷ്ടപതിയിൽ തൻ്റെ കാമപാരവശ്യം കൊണ്ട് തൻ്റെ പാദങ്ങൾ രാധയുടെ പാദങ്ങൾ കൃഷ്ണന്റെ തലയിലേക്ക് എടുത്തു വെക്കൂ എന്ന് പറയണതാണ്. ജ്വലതിമയിദാരുണോ മദന കഥനാനി എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മുടെ പാട്ട് വഴിയിൽ നമ്മുടെ ഒരു മലയാളം 4 വൃത്തം എന്ന് പറയുന്ന ഒരു ഘടനയിലേക്ക് ഇത് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ഞാൻ കാണിക്കാം. എങ്കിലെൻ്റെ വാസുദേവ എന്നെ തോളി എടുക്കാമോ നിൻ കഴുത്തി ഇരിക്കാനുണ്ടാഗ്രഹമേനിക്കു കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറയാണ് നാണമില്ലേനിക്കു രാധേ നാരിയുടെ വാക്കു കേൾക്കാൻ. നമ്മുടെ 4 വൃത്താണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന 4 വൃത്തത്തിലെ പാട്ടാണിത്. ഇനി ഇത് സന്ദർഭം ഒന്ന് മാറി നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഇപ്പം കൃഷ്ണൻ എന്നുള്ള സങ്കല്പം എന്നുള്ളതും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറി തമിഴ്നാട്ടിൽ പോകുമ്പോൾ കൃഷ്ണൻ എന്നുള്ളൊരു സങ്കല്പം ജസ്റ്റ് ആ പാട്ട് സാഹിത്യം മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഞാൻ കാണിക്കാം. കാച്ചീന പാല് തരേൻ കൽക്കണ്ട ചീനി തരേൻ കൈ നിറയെ വെണ്ണൈ തരേൻ വെയിലല്ലേ പോക വേണ്ട മാടുമേക്കും എന്ന് നമ്മൾ പാടുക അവിടെ പാടുകയാണ്. അപ്പം നമ്മളെങ്ങനെയാണ് പാടുക? നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് സങ്കല്പിക്കാനേ പറ്റില്ല. നറുനെയ് കൂട്ടിയൂരുട്ടിട്ടും നല്ലോരു റതൈർ കൂട്ടിയൂരുട്ടിട്ടും വറുത്തോരു പേരി പതിച്ചിട്ടും ഈ രണ്ടുരുളയും എൻ്റെ മുരളിയും. ചില നമ്മൾ ഇപ്പോൾ ഒരിക്കൽ ഞാൻ കണ്ണനുണ്ണി കരഞ്ഞിടല്ലേ എന്നൊരു പാട്ട് പാടി. വെണ്ണ തയിർ പാപ്പം റൊട്ടി തിണ്ണമീവ ശരി കെട്ടി എന്ന് പാടിയപ്പോൾ ഒരാൾ ഹേയ് റൊട്ടിയോ ചോദിച്ചു. റൊട്ടി കഴിക്കണ കൃഷ്ണനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ ശരിക്കും റൊട്ടിയാവും കൃഷ്ണൻ കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ചില സങ്കല്പങ്ങളും നമ്മുടെ ചില സാഹിത്യ സംഗീത മാർഗങ്ങളും നമ്മളെ എങ്ങനെയൊക്കെ കാണാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ചില എക്സ്പ്രഷനിലുള്ള വ്യത്യാസം. മലയാളം തമിഴ് സിനിമ കാണുന്ന പോലെ തന്നെയാണ്. ഭയങ്കര എക്സ്പ്രഷനാണ് അവിടെ. നമുക്ക് കുറച്ച് ഒതുങ്ങിയൊരു ഭാവപ്രകടനമാണ്. ഇപ്പോഴത്തെ അല്ല ഞാൻ പറയണേ, ഇപ്പോൾ ഒക്കെ അകലം കുറഞ്ഞു, അടുപ്പം കൂടുകയല്ലേ. അപ്പോൾ അവിടെ ഒരു കുട്ടിയെ കൊഞ്ചിക്കണമെങ്കിൽ നമുക്ക് ചിന്നഞ്ചേറ് കിളിയെ കണ്ണമ്മ സെൽവ കളഞ്ചിയമേ അങ്ങനെയാണ് നമ്മൾ. ഇന്നൈ കളി തീർത്തേനുലകിൽ ഏറ്റവും പുരിയ വന്തായേ
നിന്നെ കാണുമ്പോൾ എനിക്ക് പുളകം വരികയാണ്, എനിക്ക് നിന്നെ കൊഞ്ചിക്കാൻ, നിന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വയ്ക്കാൻ തോന്നുകയാണ് എന്നൊക്കെയാണ് അവിടെ പറയണേ. നമുക്കോ ഇവിടെ വെയിലു കൊണ്ടു നിൻ പൂടലയ്യോ താളു പോലെ തുടർന്നിടും നിന്നമ്മക്കിതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണണേ. നമ്മുടെ സംഗീത പദ്ധതിയിൽ പലപ്പോഴും ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ കേരളീയ രാഗപദ്ധതികൾ പലപ്പോഴും രാഗങ്ങളെ ഒരുപാട് സാധ്യതകൾ അത്ര ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയൊന്നും നമ്മുടെ രാഗപദ്ധതികളിലില്ല. പലപ്പോഴും ഈ പറഞ്ഞ കുറച്ച് സഞ്ചാരങ്ങൾ മാത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സഞ്ചാര പദ്ധതികളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രകടനത്തിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് തോന്നാറുണ്ട്. വളരെ മനോഹരമായിട്ട് മീരത് വിശദീകരിച്ചു. 2 കാര്യങ്ങൾ പറയാം. ഒന്നിപ്പോൾ ഈ പറഞ്ഞ മാടുമേക്കും കണ്ണേ എന്ന് തുടങ്ങുന്ന തമിഴ്നാട്ടിലെ ലല്ലബി ആയിട്ടുള്ളൊരു പാട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് മുതലേ തമിഴ്നാട്ടിലുണ്ടായിരുന്നതാണ്. അത് അടുത്ത് വളരെ ജനപ്രിയമാവുന്ന അരുണ സായിറാമിൻ്റെ ഒരു ഇടപെടലോട് കൂടിയാണ്. അരുണ സായിറാമിൻ്റെ ഗുരുനാഥയായ ടി ബൃന്ദയെ ഇത് പാടി കേൾപ്പിച്ചപ്പോൾ ഇതൊന്നും അരങ്ങിൽ പാടരുത് എന്ന് പറഞ്ഞു എന്ന് അരുണ സായിറാം തന്നെ ഒരു ഡെമോൺസ്ട്രേഷനിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം ടി ബൃന്ദയെ പോലെ ഒരു സംഗീതജ്ഞയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ലളിത ഭാവാത്മകത. അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ജാവലികളൊക്കെ നോക്കുക, അല്ലെങ്കിൽ അവർ പാടി വന്നിരുന്ന പാരമ്പര്യ വഴി, അതിനോടുള്ള വലിയൊരു നിഷേധം പോലെയാണ് അന്ന് കരുതിയിരുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ തുടർന്ന് വന്ന സുബ്രഹ്മണ്യ ഭാരതി മുതൽ വന്നിരിക്കുന്ന മറ്റൊരു തരം ഭാവഗാനാത്മകമായ അന്തരീക്ഷം, ഇപ്പം പാടിയ ചിന്നഞ്ചിരിക്കിളിയെ പോലുള്ള പാട്ടുകളിലൂടെ തമിഴ്നാട് ആർജിച്ചൊരു ഭാവഗാനാത്മക അന്തരീക്ഷമാണ് മീര സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള ഒരു അതിഭാവുകത്വത്തിനെ പ്രണയിക്കുന്ന തമിഴ്നാട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നൊന്ന് തോന്നുന്നു. രണ്ടാമതൊന്ന് മീര പറഞ്ഞ ഈ കേരളത്തിൻ്റെ ഭാവനയുടെ വ്യത്യാസം വളരെ അത്ഭുതാവഹമാണ്. അത് സത്യത്തിൽ വെൺമണി പാരമ്പര്യം എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പച്ചമലയാള കൃതികളിലുടനീളം കൃഷ്ണനെ തനി മലയാളിയായിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് വിശദീകരിക്കുന്നത്. അതിപ്പോൾ ഈ പിന്നെ ഒറ്റമോതിരമൊക്കെ ഇട്ടിട്ടുള്ള കൃഷ്ണനാണല്ലോ നമുക്ക് ഇവിടെ ഉള്ളത്. ഒറ്റമോതിരിട്ട കൃഷ്ണൻ എന്ന് ആലോചിച്ച് നോക്കി. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഡൽഹിയിലത്തെ കുട്ടിക്ക്, ഡൽഹി സമീപ പ്രദേശത്ത് ജനിച്ച കുട്ടിക്ക് ഈ ഒറ്റമോതിരം, പിന്നെ ഇപ്പൊ ഈ വിശദീകരിച്ച വെയിലു കൊണ്ടു നിൻ പൂടലയ്യോ എന്നുള്ള പാട്ട് പരിശോധിച്ചാൽ അതിനകത്ത് കേരളീയ വിഭവങ്ങളുടെ ഒരു വലിയ വിവരണം കാണാം. ഉപ്പുമാമ്പഴം രാമയ്യൻ കറി ഉപ്പിലിട്ടതും പപ്പടം ഒക്കെ കൂട്ടിയിട്ടാണ് കൃഷ്ണൻ ഭക്ഷണം കഴിക്കുന്നത്. രാമയ്യൻ കറി എത്ര പേർക്ക് അറിയാവുന്ന പോലും അറിയില്ല ഇന്നും കേരളത്തിൽ. അത്തരത്തിലുള്ള കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന, പഴയ കേരളീയ വിഭവങ്ങൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന കൃഷ്ണൻ. ഇത് നമ്മുടെ സാഹിത്യ ഭാവനയുടെ ഒരു കടന്നുവരവാണ്. അതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സംഗീതത്തിലുണ്ടെന്ന് തോന്നുന്നു. അത് മാത്രം സൂചിപ്പിച്ച് ഞാൻ മധുവേട്ടനെ കൈമാറിയത് അവസാനിപ്പിക്കാം. 5 മിനിറ്റ് കൊണ്ട് നിർത്താം അനിയേട്ടാ. ഇത്രേ ഉള്ളൂ. സത്യത്തിൽ ഘടനാപരമായി തന്നെ ദേശീയ സംഗീതത്തിൻ്റെ ഒരു കൈമാറ്റം നടന്നിട്ടുണ്ട്. ഇതുകൂടി ഇതിൻ്റെ ഒപ്പം സൂചിപ്പിക്കേണ്ടത് തോന്നുന്നു. അത് നടന്ന ഒരു സ്ഥലം കഥകളിയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പഴയ തേവാരപ്പാട്ടുകൾ നോക്കിയാൽ അതിലെ പല ഘടനകളും നമുക്കിന്ന് കഥകളിയിൽ നിന്നല്ല തേവാരപ്പാട്ടുകളിലും തുടർന്ന് വന്ന ഭജന സംഗീതത്തിലും അല്ലാതെ കേൾക്കാത്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശംഭോ മഹാദേവ ശംഭോ സാംബ സദാശിവ ശംഭോ ശംഭോ മഹാദേവ ശങ്കര ശംഭോ ശംഭോ മഹാദേവ ശംഭോ. ഈ ഘടനയിൽ ഒരുപാട് കൃതികൾ നമുക്ക് തമിഴ്നാട്ടിൽ കേൾക്കാം. തേവാരപ്പാട്ടുകളുടെ കാലത്ത് ഇഷ്ടംപോലെ കൃതികളുണ്ട്. ഇതേ ഘടന 17-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ആകെ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് ഒരൊറ്റ കവിയാണ്. അയാളുടെ പേര് കോട്ടയത്ത് തമ്പുരാൻ എന്നാണ്. ഇത് സത്യത്തിലൊരു അത്ഭുതമാണ്. നമ്മൾ കോട്ടയത്ത് തമ്പുരാന്റെ ഒരു പദവും കഥകളി സംഗീതത്തിൽ നിലവിൽ അങ്ങനെ പാടുന്നില്ല. പൂഞ്ചോല തോറും നടന്നു നല്ല പൂമണം മെല്ലെ നുകർന്നു ചാഞ്ചാടി മോദം കലർന്നു ചാരുപവനൻ വരുന്നു വിജയനകമിത കൈ തൊഴുന്നേൻ. എത്രയോ പദങ്ങൾ പറയാം. ഞാൻ സൂചിപ്പിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു സാഹിത്യകൃതി പരിശോധിച്ചാലും കോട്ടയത്ത് തമ്പുരാൻ എഴുതുന്ന ആ പദഘടന നമുക്ക് കാണാനേ ആവില്ല. എന്ത് സംഗീതമായിരിക്കും അദ്ദേഹത്തിന്റെ മാതൃകയായിരിക്കുക? ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്ന് പാടുന്ന കാലപ്രമാണത്തിൽ പതിഞ്ഞ കാലപ്രമാണത്തിലുള്ള അടന്തയിലോ ചെമ്പടയിലോ ഉള്ള കാലപ്രമാണം കോട്ടയത്ത് തമ്പുരാന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പസാധ്യമല്ല. ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ആവില്ല അത് ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിന്റെ മാതൃകയായിരുന്ന സംഗീതമാർഗം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ അത് ചരിത്രപരമായ അന്വേഷണം നടക്കേണ്ട ഒരു വിഷയമാണ്.
ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച മായാവരം ഗോവിന്ദ ദീക്ഷിതരെ പോലെയുള്ള തമിഴ്നാടൻ തേവാരപ്പാട്ടുകളുടെയും ഭജനപ്പാട്ടുകളുടെയും മാർഗങ്ങളിലൂടെ പിന്തുടർന്നു വന്ന പ്രാചീന തമിഴകത്തിൻ്റെ സംഗീത പാരമ്പര്യങ്ങൾ ഈ പഴശ്ശി കോവിലകത്ത് അന്ന് ജീവിച്ച ഈ ഗോവിന്ദ ദീക്ഷിതരുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ഇദ്ദേഹം കേട്ടിട്ടുണ്ടാകുമോ? ആ പാരമ്പര്യത്തിലുള്ള പാട്ടുകളുടെ ഘടനയായിരിക്കുമോ കോട്ടയം തമ്പുരാൻ ഈ കൃതിയിൽ പരീക്ഷിച്ചിട്ടുണ്ടാവുക? ഇത് സത്യത്തിൽ പരിശോധന നടക്കേണ്ട കാര്യമാണ്. കാരണം അക്കാലത്തെ കേരളീയ കൃതികളിൽ വേറെവിടെയും ഈ ഘടന കാണാനില്ല. ഞാൻ അത്രമാത്രം സൂചിപ്പിച്ചത് അവസാനിപ്പിക്കുന്നു. അവസാനമായി മധുവേട്ടനിലേക്ക് ഒരു ചോദ്യത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. സമകാലികമായൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഥകളി സംഗീതത്തിൻ്റെ അഭിനയപ്രകാരം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ആധുനിക കാലത്ത് കഥകളിക്ക് പാടുക എന്നതിനോടൊപ്പം തന്നെ കഥകളി സംഗീതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമായിട്ട് കഥകളിപ്പദ കച്ചേരികളും ജുഗൽബന്ദികളും ഒക്കെ വളർന്നു വന്നു. എനിക്ക് തോന്നുന്നു എംബ്രാന്തിരി ആശാന്റെ ഒക്കെ ഒരു കാലത്തോടു കൂടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ വലിയ തോതിലുള്ള പ്രാരംഭം. അതിന് മുമ്പ് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്പീശൻ ആശാനൊക്കെ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ എംബ്രാന്തിരി ആശാനോട് കൂടി അത് വളരെ വ്യാപകമായി. ഹൈദരാലി മാഷ് തുടർന്നു. ആ കാര്യത്തിൽ തുടർന്ന് ഏറ്റവും കൂടുതൽ ആ മാർഗത്തിൽ മുന്നോട്ട് പോയ ഒരാൾ മധുവേട്ടനായിരിക്കും. ഒരുപാട് സംഗീതജ്ഞരോടൊപ്പം അദ്ദേഹം ജുഗൽബന്ദികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കഥകളിപ്പദ കച്ചേരികൾ വളരെ പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ട്. ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം മുതൽ രംഗനാഥ ശർമ്മ, ട്രിച്ചി ഗണേഷ്, എനിക്ക് തോന്നുന്നത് ട്രിച്ചി ഗണേഷിലാണ് അത് ആരംഭിക്കുന്നതെന്നാണ്. മുമ്പ് വിജയേട്ടൻ, പെരിങ്ങോട് വിജയേട്ടനോ മറ്റോ പറഞ്ഞു കേട്ട ഗണേഷിൽ, അത് മധുവേട്ടനാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. ഞാൻ തെറ്റാണെങ്കിൽ മധുവേട്ടൻ തിരുത്താം. ട്രിച്ചി ഗണേഷിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്, ജുഗൽബന്ദി മധുവേട്ടൻ എന്ന് തോന്നുന്നു. അങ്ങനെ തുടങ്ങി ഉള്ളൊരു പാരമ്പര്യമുണ്ട്. പക്ഷേ മധുവേട്ടൻ പറയാറുണ്ട് സന്തോഷം കളിക്ക് പാടുമ്പോഴാണ് എന്ന്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരുപാട് കർണാടക സംഗീതജ്ഞരോടൊപ്പവും പാരമ്പര്യ സമ്പ്രദായ ഭജനക്കാരോടൊപ്പം ഒക്കെ പാടുന്നതിനേക്കാളും സന്തോഷം കളിക്ക് പാടുമ്പോൾ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് മധുവേട്ടനൊന്ന് വിശദീകരിക്കുന്നതോടുകൂടി നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം, ഇവിടെ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ശ്രീ ചിത്രൻ പറഞ്ഞ പ്രകാരം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഒരു കഥകളിക്ക് പാടി സ്റ്റേജിൽ നിന്നും ഇറങ്ങി വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം മറ്റേത് മേഖലയിലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മൾ എല്ലാവരും ഞാൻ ഈ മേഖലയിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ, ഞാൻ ഈ കഥകളിപ്പാട്ട് ഈ ശൈലിയിൽ മാത്രമേ പാടുള്ളൂ എന്ന് ബലം പിടിച്ചിരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആളാണ്, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ മേളപ്പദം പോലുള്ള ഇതിൽ രാഗമാലിക പാടാൻ എനിക്ക് പ്രചോദനം തന്നത് മധുരൈ ടി.എൻ. ശേഷഗോപാൽ സാറാണ്. കാരണം അദ്ദേഹം 35 വർഷം മുമ്പ് കോട്ടയ്ക്കൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പുതുമകൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. കർണാടക സംഗീത ലോകത്തും അതെ, ചെമ്മൻകൊടി ശ്രീനിവാസ സാറ് പാടുന്നതും നെയ്യാറ്റിൻകര സാറ് പാടുന്നതും ബാലമുരളീകൃഷ്ണ പാടുന്നതും ശേഷഗോപാലൻ സാറ് പാടുന്നതും മഹാരാജപുരം സാർ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരേ കീർത്തനങ്ങളിലാണെങ്കിലും ഓരോരുത്തരുടെയും ശൈലിയിലുള്ള മാറ്റം നമ്മൾ ആസ്വദിക്കുന്നത് ഓരോരുത്തരുടെയും അതാത് വ്യക്തികളെയോ അല്ലെങ്കിൽ ആ രാഗത്തിൻ്റെ സ്വാധീനം മാത്രമാണ് നമ്മൾ ആസ്വദിക്കുന്നത്, ആ ശൈലി. അതേപോലെ കഥകളി സംഗീതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുർപ്പാശാൻ്റെ പാട്ടായാലും ശരി, എംബ്രാന്തിരിയാശൻ്റെ ഗംഗാരാശൻ്റെ പാട്ടായാലും ഹരിദാസേട്ടൻ്റെ പാട്ട്, അങ്ങനെ ഓരോരുത്തരുടെയും പല ശൈലിയിൽ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ മുതൽ നടന്ന കഥകളി സംഗീത ആരാധനയിൽ ഒരേ പദം തന്നെ പല വ്യക്തികൾ, പല ഗ്രൂപ്പുകളും പല സ്വാദിൽ പാടി നമ്മൾ കേട്ടു. ഒരേ പദം തന്നെയാണ്, ഇത് ഒരേ മാതിരി എല്ലാവർക്കും പാടിയാൽ പോരെ. അപ്പോൾ സംഗീതത്തിന് എവിടെ ഒരു നിശ്ചലത മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ചലനം ഉണ്ടാവില്ല, ഉയർച്ച ഉണ്ടാവില്ല. താഴ്ചയില്ലെങ്കിലും ഉയർച്ചയിലേക്ക് പോകണം. കഥകളിയുടെ ചട്ടക്കൂടിൽ നിന്നും വ്യതിചലിക്കാതെ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാനും. ഒരുപാട് വ്യതിചലിക്കേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് മാടമ്പിയാശാൻ്റെ കൂടെ പാടുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മാടമ്പിയാശാൻ്റെ കൂടെ പാടി സ്റ്റേജിൽ നിന്ന് വരുമ്പോഴാണ് ഒരു കഥകളിപ്പദം പാടി എന്നുള്ള ഒരു സംതൃപ്തി നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ജുഗൽബന്ദി പാടി, ഇപ്പോൾ ട്രിച്ചി ഗണേശൻ സാറിൻ്റെ കൂടെ മള്ളിയൂർ പാടുന്ന സമയത്ത് ഇതിസംനിർബദിന എന്നുള്ള ശ്ലോകം പാടുകയാണ്. അപ്പോൾ കാമ്പോജി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് പിന്നെ സഞ്ചാരങ്ങളാണ്, സംഗതികളാണ്, കണക്കുകളാണ് അവർക്ക് കൂടുതൽ കർണാടക സംഗീതത്തിൽ. ആ കണക്കില്ലാതെ നമ്മുടെ സോപാന സംഗീത ശൈലിയിൽ കാമ്പോജി രാഗം വയ്ക്കും. അധവിഗത ഭയോ എന്നുള്ള ശ്ലോകം പാടുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ആവേശം കൂടിയിട്ട് അദ്ദേഹം ആ
ഗാന്ധാരത്തിൽ ആ രാഗം കൂടി പിടിക്കുകയാണ്. അപ്പം ശരിക്കും സത്യത്തിൽ ഞാൻ കുറുപ്പാശാനെയാണ് അന്ന് ആലോചിച്ചത്. കുറുപ്പാശാൻ ആ രാഗം ഇല്ലെങ്കിൽ ഹരിനാക്ഷിക്ക് പാടുന്ന ആ കാമ്പുജ രാഗത്തിലത്തെ ആ സംഭവങ്ങൾ, ആ സംഗതികൾ ആണ് അദ്ദേഹം അന്ന് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ കേരളവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല. സ്വാതി തിരുനാൾ കോളേജിൽ പഠിച്ചത് ഉള്ളത് കൊണ്ടോ കഥകളിപ്പദത്തിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ എന്താ അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടുമ്പോൾ നമുക്ക് കഥകളിപ്പദവും കർണാടക സംഗീതത്തിനും വരുന്ന ആ സംഗീത സമന്വയത്തിനെ വേർതിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ വേദിയിലുണ്ടായിരുന്നു. നേരെ മറിച്ച് ചെങ്കോട്ടയോട് കൂടുമ്പോൾ പാടുമ്പോൾ സമ്പ്രദായ ഭജനയും കഥകളി സംഗീതം എങ്ങനെയാണ് ഒരേ രാഗത്തിൽ തന്നെ ഉപയോഗിക്കുന്ന സംഗതികളും സമ്പ്രദായങ്ങളും എങ്ങനെയാണ്, രംഗനാഥ ശർമ്മയുടെ കൂടെ പാടുമ്പോൾ വേറൊരു തലത്തിൽ, ശ്രീവത്സൻ്റെ കൂടുമ്പോൾ വേറൊരു തലത്തിൽ, ഓരോരുത്തരും കർണാടക സംഗീതത്തിൻ്റെ പല മേഖലയിലും പ്രവർത്തിക്കുന്ന പലരുടെയും കൂടെ ജുഗൽബന്ദികൾ നടക്കുമ്പോൾ ഓരോ അനുഭവമാണ്. മോഹിനിയാട്ടത്തിന് വിനിത നെടുങ്ങാടിയുടെ ധാരാളം പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിരുന്നാലും ഇനിയിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഥകളി സംഗീതമാണ് തുടങ്ങിയത്. ഇപ്പോൾ വിനിത നെടുങ്ങാടിക്ക് കമ്പോസ് ചെയ്യുന്ന ഓരോ മോഹിനിയാട്ടവും ഞാൻ എൻ്റെ ശൈലിയിലാണ് കമ്പോസ് ചെയ്യുന്നത്. കാരണം ഇന്ന് മോഹിനിയാട്ടത്തിന് ഏറ്റവും കൂടുതൽ പാടുന്നത് പുരുഷ ശാരീരങ്ങളാണ്. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രത്യേകിച്ച് കഥകളി ശൈലിയിൽ കർണാടക സംഗീതം പാടുന്നവരോ അല്ലെങ്കിൽ കഥകളിപ്പാട്ടുകാരോ ആണ് ഏറ്റവും കൂടുതൽ മോഹിനിയാട്ടത്തിന് പാടുന്നത്. കഥകളി സംഗീതം ഭാവസംഗീതമാണ്. മോഹിനിയാട്ടത്തിനും ആ ഭാവം വേണം എന്നുള്ളത് കൊണ്ടാണോ എന്താണ് എന്നറിയില്ല, ഏറ്റവും കൂടുതൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മോഹിനിയാട്ടത്തിൽ പാടുന്ന പുരുഷ ശരീരത്തിലാണ് കൂടുതൽ നമുക്ക് മാധവൻ നമ്പൂരി പാടുന്നുണ്ട്, നീനാ പ്രസാദ്, അതേപോലെ പലർക്കും പല പുരുഷന്മാർ. പക്ഷേ എന്നാൽ ഭരതനാട്യത്തിന് എൻ്റെ അഭിപ്രായം പറയുകയാണ്, സ്ത്രീകൾ പാടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഭരതനാട്യത്തിന്. മോഹിനിയാട്ടത്തിന് ഒരു പുരുഷ ശരീരം വരുമ്പോൾ അവർക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുന്ന പല സെമിനാറുകളിലും പല ചർച്ചകളിലും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. മീരയ്ക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവും. മീരയുടെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാൻ മതി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഭരതനാട്യമായാലും മോഹിനിയാട്ടമായാലും ഈവൻ കഥകളി ആയാലും ഈ പറഞ്ഞ കേട്ട് ശീലം കൊണ്ടുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പുരുഷനായിരുന്നു പാടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണ ചില ആസ്പെക്റ്റ് ഉണ്ടല്ലോ. അവിടെ അല്ലാണ്ട് എനിക്ക് മോഹിനിയാട്ടമൊന്നും ഒട്ടും ഒരു സ്ത്രീ പാടുമ്പോൾ ഞാൻ ചിന്തിക്കാറ് പോലുമില്ല അത് അവിടെ ഇരുന്ന് പാടുന്നത് ആരോ ഒരു ലേഡിയാണോ. അതല്ല, എൻ്റെ ഒരു ആസ്വാദന തലം അതല്ല. അത് പുരുഷനായ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. വൃത്തിയായിട്ട് ആര് പാടിയാലും അതെനിക്ക് നല്ല ഭംഗിയായിട്ടാണ് തോന്നാറുണ്ട്. ഞാനും പാടാറുണ്ട് മോഹിനിയാട്ടത്തിന്. അല്ല, ഇത് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഒരു അല്ല ഇത് സത്യത്തിൽ പലതരം നമ്മുടെ അഭിപ്രായങ്ങളുടെയും ഭാവുകത്വത്തിൻ്റെയും നമ്മുടെ സ്വന്തം അഭിപ്രായത്തിൻ്റെയും വ്യത്യസ്തതകൾ മാത്രമാണ്. ഞാനും പുരുഷൻ പാടുന്നോ സ്ത്രീ പാടുന്നോ എന്നുള്ളതിലെ വ്യത്യാസം വല്ലാതെ എടുക്കാറില്ല. പാട്ടെങ്ങനെ എന്നതാണ് കൂടുതൽ പ്രധാനമെന്നേ കരുതാറുള്ളൂ. എന്തായാലും നമ്മുടെ ചർച്ചയുടെ സമയം ഇപ്പോൾ തന്നെ അനുവദിച്ച സമയത്ത് നിന്ന് കുറച്ചുകൂടി നീണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇങ്ങനെയൊന്നും തീരുന്നതല്ല എന്ന് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാവുന്ന ആളുകളുമാണ്, അതോടൊപ്പം അത്ര കണ്ട് വിപുലമായൊരു വിഷയവുമാണ്. പക്ഷെ നമുക്ക് മുന്നിൽ സമയപരിമിതി ഉള്ളത് കൊണ്ട് കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് എന്ന കഥകളിയുടെ ചരിത്രം കണ്ട എക്കാലത്തെയും തീഷ്ണപ്രതിഭയുടെ ഉഗ്രപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത 2 കലാകാരന്മാർക്കും ഉള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഇതുവരെ കേട്ട മുഴുവൻ കാണികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ഈ ചർച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു ഡോക്യുമെൻ്ററിയാണ് വെങ്കലനാഥം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി. അതിനു മുമ്പായി ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 അതിഥികളെയും KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ആദരിക്കുന്നു. ആദ്യമായി ശ്രീ കോട്ടയ്ക്കൽ മധുവേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ശ്രീചിത്രൻ MJ, ശ്രീ മീര റാമോഹൻ,